നമസ്കാരം. നമ്മുടെ ചാനലിലെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻട്രൊഡക്ഷൻ പാർട്ടിന്റെ അവസാന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ 2 വീഡിയോയുടെ ലിങ്ക് ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുകൂടി കണ്ട ശേഷം ഈ വീഡിയോ കാണുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സോ ദിസ് ഇസ് അഭിജിത്ത് വിത്ത് യു. ലെറ്റ്സ് മൂവ് ടു പ്രധാനമായിട്ടും ഈ കാണുന്ന 5 ചോദ്യങ്ങളുടെ ഉത്തരമാണ് ഈ ഒരു അവസാന പാർട്ടിൽ നമ്മൾ നോക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ ഡിസ്കസ് ചെയ്ത ആ ഒരു ശിവയുടെ ബജിക്കട ഉണ്ടല്ലോ, നമ്മുടെ ദേ ബജിക്കട, ആ ഒരു എക്സാമ്പിളിലേക്ക് നമുക്ക് ഒന്നുകൂടി ഒന്ന് പോകാം. എന്താണ് ഈ നിഫ്റ്റിയും സെൻസെക്സും എന്നൊക്കെ പറയുന്നത്? നമുക്ക് നമ്മുടെ പഴയ ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പാർട്ട് 1 നമ്മൾ ചെയ്ത അതേ ആ ശിവയുടെ ബജിക്കടയുടെ ആ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് തന്നെ നമ്മുടെ നിഫ്റ്റിയും സെൻസെക്സും ഒക്കെ എന്താണെന്ന് നോക്കാം. പാർട്ട് 1 വീഡിയോയിൽ ശിവയുടെ ബജിക്കട ലിമിറ്റഡ് ആയ കാര്യവും ശിവ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എൻ്റർ ആയ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്തായിരുന്നു. അപ്പോൾ എന്തായാലും ഒന്നുകൂടെ ചുരുക്കി ഒന്ന് പറയാം. ശിവ എന്ന് പറയുന്ന ഓണർ ദേ ബജിക്കട നടത്തിക്കുന്നു, അത് വിജയമാകുന്നു. പിന്നീട് അത് ദേ ബജിക്കട ലിമിറ്റഡ് ആക്കുന്നു, IPO വരുന്നു. IPOയിൽ ഇൻവെസ്റ്റേഴ്സ്, നമ്മളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സ് പങ്കെടുക്കുന്നു. ദേ ബജിക്കട വിപുലീകരിക്കുന്നു, ലാഭം ഒത്തിരി കൂടുന്നു. ആ ലാഭവിഹിതത്തിന്റെ ഒരു പാർട്ട് നമ്മളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിലേക്കും തിരിച്ചു വരുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ പാർട്ട് 1 വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇതില് ശിവ IPOയ്ക്ക് വേണ്ടിയിട്ട് ആദ്യം സെബി എന്ന് പറയുന്ന ആ ഒരു ബോഡിയിൽ, അതായത് ആ ഒരു ഓർഗനൈസേഷനിൽ പോയി അപ്രൂവലൊക്കെ വാങ്ങിച്ചിട്ട് ശിവയുടെ ബജിക്കടയുടെ സ്റ്റോക്ക് NSEയിലും BSEയിലുമാണ് ലിസ്റ്റ് ചെയ്യുന്നതെന്ന് വരെ നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഈ NSEയുടെയും BSEയുടെയും ഇൻഡെക്സ് ആണ് നിഫ്റ്റി എന്നും സെൻസെക്സ് എന്നും പറയുന്നത്. ഇനി നമുക്ക് ഈ ഇൻഡെക്സ് എന്താണെന്ന് നോക്കാം. ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ അതിന് മലയാളത്തിൽ സൂചിക എന്നാ പറയുന്നത്. കുറെ ഇംഗ്ലീഷ് ടേംസ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഉപയോഗിക്കുന്നതുകൊണ്ടാണല്ലോ ഇതെന്തോ വലിയ സംഭവമാണെന്ന് പൊതുവേ എല്ലാവരും കരുതി വെച്ചേക്കുന്നത്. വലിയ സംഭവമൊന്നുമില്ല. നമ്മളിട്ട വള്ളി നിക്കർ, അവരിട്ട ബർമൂഡ എന്നൊക്കെ പറയുന്ന ആ ഒരു സെറ്റപ്പേ ഉള്ളൂ. അപ്പൊ നമുക്ക് ഇൻഡെക്സ് എന്താന്ന് നോക്കാം. ഇൻഡെക്സ് എന്താന്ന് നോക്കുന്നതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ, ഞാനിപ്പോ എന്നെ തന്നെ എക്സാമ്പിൾ എടുത്തുകൊണ്ട് പറയാം. നിങ്ങളെ തന്നെ എക്സാമ്പിളാക്കി മനസ്സിൽ കരുതിയാൽ അത് പെട്ടെന്ന് മനസ്സിലാവും തോന്നും. അപ്പൊ എനിക്ക് എന്റെ സിബിൽ സ്കോർ അറിയാം, അല്ലെ? എന്റെ സിബിൽ സ്കോർ എനിക്കറിയാം. അതേപോലെ തന്നെ ഞാൻ സ്റ്റുഡന്റ് ആയിരുന്നപ്പോൾ കണക്കിന് കിട്ടിയ മാർക്ക്, ഏതെങ്കിലും സബ്ജക്ട്, എന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള സബ്ജക്ട് കണക്ക് കൂട്ടാം, അല്ലെങ്കിൽ ഞാനിപ്പോ കണക്കെന്ന് എടുക്കും, കണക്കിന്റെ മാർക്ക്. ഈ 2 കാര്യങ്ങളെ വെച്ചുകൊണ്ട് നമുക്ക് ഈ സൂചിക എന്താണെന്ന് നോക്കാം. ഞാൻ പറയുകയാണ്, സിബിൽ സ്കോർ എന്ന് പറയുന്ന എന്റെ സ്കോർ എന്റെ പണമിടപാടുകൾ അല്ലെങ്കിൽ എന്റെ സാമ്പത്തിക ഇടപാടുകളുടെ ഒരു സൂചികയാണെന്ന് ഞാൻ പറയാം. എന്റെ സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ എന്റെ സാമ്പത്തിക ഇടപാട് സൂചിക. അതേപോലെ തന്നെ എന്റെ കണക്കിന് എനിക്ക് കിട്ടിയ മാർക്ക്, ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ഈ കണക്കിന് കിട്ടിയ മാർക്ക്, അത് എന്റെ കണക്കിലെ പ്രകടനത്തിന്റെ സൂചിക. അപ്പൊ ഇവിടെ ഞാൻ ഈ സിബിൽ സ്കോർ എന്നുള്ളതും മാർക്ക് എന്നുള്ളതും മാറ്റി അതിന് പകരം സൂചിക എന്നാണ്. ഈ സൂചിക എന്ന് പറയുന്നതിന്റെ ഒരു മീനിങ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു. അതായത് നമ്മളുടെ ഒരു പ്രകടനത്തിന് അല്ലെങ്കിൽ നമ്മളുടെ ഒരു പെർഫോമൻസിനെ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഖ്യ, അതിനെയാണ് നമ്മൾ സൂചിക എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മാർക്കറ്റിന്റെ പ്രകടനം, അതായത് NSEയുടെ പ്രകടനം എങ്ങനെയുണ്ട്, BSEയുടെ പ്രകടനം എങ്ങനെയുണ്ട് എന്ന് അളക്കുന്ന ഇതിന് നമ്മൾ കൊടുക്കുന്ന ഒരു മാർക്കാണ് ഈ നിഫ്റ്റി 50 എന്നും സെൻസെക്സ് എന്നും പറയുന്നത്. അപ്പൊ നമ്മൾ ഈ സിബിൽ സ്കോറിന്റെയും മാർക്കിന്റെയും കാര്യം നോക്കിയാൽ നമുക്ക് സിബിൽ വരുന്നത് 900-ലാണ്, മാർക്ക് വരുന്നത് 100-ലാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ എന്റെ സിബിൽ സ്കോർ 750-ഉം എന്റെ കണക്കിന്റെ എനിക്ക് ഒരു ടേമിൽ കിട്ടിയ മാർക്ക് 90 ആണെന്ന് വിചാരിക്കും. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവല്ലേ, സിബിൽ സ്കോർ 750 ഉണ്ടെങ്കിൽ ഞാൻ അത്യാവശ്യം നല്ല രീതിയിൽ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചെയ്തു പോകുന്ന, അല്ലെങ്കിൽ എന്റെ ലോണും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അടച്ചു പോകുന്ന ഒരാളാണ്. അതുകൊണ്ടാണ് എനിക്ക് 750 എന്നൊരു സ്കോർ കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുമല്ലോ. അതേപോലെ തന്നെ കണക്കിന് എനിക്ക് 100-ൽ 90 മാർക്ക് കിട്ടി. അപ്പോൾ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ കണക്കിന് ഒരു ഗ്രാഹ്യമുണ്ട്. മുമ്പിലേക്ക് ഇവൻ കണക്കിൽ നല്ല രീതിയിൽ മാർക്ക് വാങ്ങിക്കാൻ സാധ്യതയുള്ള ഒരു കുട്ടിയാണല്ലോ, ഒരു സ്റ്റുഡന്റ് ആണ് എന്ന് ഈ മാർക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം, അല്ലെ? അപ്പോൾ ഈ 2 കാര്യങ്ങളും എന്റെ സിബിൽ സ്കോറിനെ സൂചിപ്പിക്കും, ഇതെന്റെ മാർക്കിനെ സൂചിപ്പിക്കും. ഈ സൂചിപ്പിക്കുക എന്നുള്ളതിന്റെ ഒരു വേർഡാണ് സൂചിക. അപ്പൊ ഈ സൂചികേനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. സൂചികേനെയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. അതായത് ആ ഒരു ഇൻഡെക്സ് കണ്ടു കഴിഞ്ഞാൽ, ആ ഒരു ഇൻഡെക്സിന്റെ വാല്യൂ, അതിന്റെ ഒരു സംഖ്യ കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു ഐഡിയ കിട്ടണം. അത് എന്തിനെ പറ്റിയാണോ ആ സൂചിക കാണിക്കുന്നത് അതിനെപ്പറ്റി നമുക്കൊരു ഐഡിയ കിട്ടണം. അപ്പോൾ എന്റെ സിബിൽ സ്കോറിന്റെ സൂചിക കാണുമ്പോൾ നമുക്ക് മനസ്സിലാകണം എന്റെ സിബിൽ സ്കോർ നല്ലതാണോ, എന്റെ കണക്കിന്റെ മാർക്കിന്റെ സൂചിക, അത് ആ മാർക്ക് തന്നെ, ആ സൂചിക കാണുമ്പോൾ മനസ്സിലാകണം ഞാൻ കണക്കിൽ നല്ലപോലെ പ്രകടനം നടത്തുന്നുണ്ടോ എന്ന് മനസ്സിലാകണം. അതേപോലെ തന്നെ ഈ നിഫ്റ്റി 50യുടെയും സെൻസെക്സിന്റെയും സൂചിക കാണുമ്പോൾ ഈ നിഫ്റ്റി 50യും അല്ലെ നിഫ്റ്റി പിന്നെ ഈ സെൻസെക്സും നല്ല രീതിയിലാണോ പ്രകടനം നടത്തുന്നത്, അല്ലെങ്കിൽ അത്
മോശം രീതിയിലാണോ പൊക്കോണ്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാകണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതിന് കൊടുക്കുന്ന മാർക്കാണ് സൂചിക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിഫ്റ്റി 50യുടെ സൂചിക എന്ന് പറയുന്നത് 23,700 മുകളിലാണ്. അതേപോലെ തന്നെ സെൻസെക്സിന്റെ സൂചിക എന്ന് പറയുന്നത് 78,000 മുകളിലാണ്. അപ്പോൾ ഇത് രണ്ടും, ഈ നിഫ്റ്റി 50യുടെ 23,700 എന്ന് പറയുന്നത്, സെൻസെക്സിന്റെ 78,000 എന്ന് പറയുന്നത് ഇതുവരെയുള്ള ഹിസ്റ്ററിയിലെ ഏറ്റവും വലിയ പോയിന്റ് ആണ്. അതായത് ഇതിനു മുമ്പ് ഒരിക്കലും 23,700 എത്തിയിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് സെൻസെക്സ് 78,000 എന്ന് പറയുന്ന ഒരു ഫിഗറിലേക്ക് എത്തുന്നത്. അപ്പൊ ഇതിൽ നമുക്ക് എന്ത് മനസ്സിലാവും? നിഫ്റ്റി 50യും സെൻസെക്സും ഒക്കെ ഇപ്പോൾ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്ക് മനസ്സിലാവും. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇതിന്റെ വാല്യൂ 78,000-ലും താഴേക്കാണ് പോകുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാവും സെൻസെക്സ് കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പുള്ളതിനെ കഴിഞ്ഞും കുറച്ച് താഴെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. അതായത് മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് താഴെയാണ്, അല്ലെങ്കിൽ ബിയറിഷ് ആണ്, മാർക്കറ്റിൽ ചെറിയൊരു ഇടിവ് സംഭവിക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ 23,700-ന് താഴേക്കാണ് അടുത്ത വരുന്ന ദിവസങ്ങളിലൊക്കെ മാർക്കറ്റ് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും കഴിഞ്ഞ ആഴ്ചത്തെ കഴിഞ്ഞും മാർക്കറ്റ് ഇപ്പോൾ കുറച്ച് താഴെയാണ്. അതായത് ഇതിനു മുമ്പ് ഇപ്പോഴത്തെ ഉള്ളതിനെ കഴിഞ്ഞും കൂടിയ പോയിന്റുകളൊക്കെ മാർക്കറ്റ് നേടിയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവും. അപ്പൊ അങ്ങനെ അതാണ് ഈ ഇൻഡെക്സ് കൊണ്ടുള്ള ഗുണം. അപ്പൊ പിന്നെ തോന്നുന്നു ഈ ഇൻഡെക്സ് അപ്പൊ എങ്ങനെ എടുക്കുന്നു? അപ്പൊ ഇൻഡെക്സിന്റെ മാർക്ക് അല്ലെങ്കിൽ ആ ഇൻഡെക്സിന്റെ ഒരു വാല്യൂ എങ്ങനെ ഇടുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആ പേരിൽ തന്നെയുണ്ട്. നിഫ്റ്റി 50 50 കമ്പനി. നിഫ്റ്റി 50 എന്ന് ഉദ്ദേശിക്കുന്നത് NSEയുടെ ഇൻഡെക്സ് ആണ് അല്ലെ. അപ്പൊ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കമ്പനികളിലെ 50 എണ്ണം, ആദ്യത്തെ 50 ഫസ്റ്റ് 50 കമ്പനികളുടെ പ്രകടനം. ആ 50 കമ്പനികൾ ഒരുപാട് ആളുകൾ വാങ്ങിക്കുന്നുണ്ടോ, ആ 50 കമ്പനികളിലെ ഷെയറുകളൊക്കെ ഒരുപാട് ആളുകൾ വിറ്റ് കളയുവാണോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടാണ് നിഫ്റ്റി 50ക്ക് നമ്മൾ മാർക്ക് ഇടുന്നത്. അതായത് ഈ 50 കമ്പനികളിൽ ഭൂരിപക്ഷം കമ്പനികളിൽ ബൈ, അതായത് വാങ്ങലാണ് നടക്കുന്നതെങ്കിൽ നിഫ്റ്റി കൂടും. നിഫ്റ്റി 23,700 നിന്ന് മുകളിലേക്ക് പോകും. അതിന് പകരം ഈ 50 കമ്പനികളിൽ സെല്ല്, അതിന്റെ ഷെയറുകൾ ആളുകൾ വിറ്റ് കളയുവാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി താഴേക്ക് പോകും. ഇതേപോലെ തന്നെ സെൻസെക്സിന്റെ കേസിലും. പക്ഷെ സെൻസെക്സിൽ അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ 50 കമ്പനികളല്ല, അവിടെ ഫസ്റ്റ് 30 കമ്പനികളാണ് എടുക്കുന്നത്, ഫസ്റ്റ് 30 കമ്പനി. അപ്പോൾ സെൻസെക്സിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ 30 കമ്പനികളുടെ മാർക്കറ്റിലെ പ്രകടനം, ആ 30 കമ്പനികളിൽ ഒരുപാട് ആളുകൾ ഈ 30 കമ്പനിയിൽ ബൈ ചെയ്യുന്നുണ്ടെങ്കിൽ സെൻസെക്സ് മുകളിലേക്ക് കൂടി പോകും. ഈ 30 കമ്പനിയുടെ സ്റ്റോക്കുകൾ ഒരുപാട് ആളുകൾ വിറ്റ് കളയുവാണ്, ലാഭം എടുത്ത് അത്യാവശ്യം ലാഭമൊക്കെ കിട്ടി, ഇനിയിപ്പോൾ വിറ്റ് കളഞ്ഞേക്കാം, ഇനി ഒരുപാട് മുമ്പിലേക്ക് ഗ്രോത്ത് ഒന്നും കാണുന്നില്ല എന്ന് തോന്നിയിട്ട് ഈ 30 കമ്പനികളിൽ ഭൂരിപക്ഷം ആളുകളും ഷെയറുകൾ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, സെല്ലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ സെൻസെക്സ് താഴേക്ക് പോകും. അപ്പോൾ ഇതാണ് നിഫ്റ്റി 50യും സെൻസെക്സും എന്ന് പറയുന്നതിന്റെ ഒരു കൺസെപ്റ്റ്. അത് ഈ NSEയുടെയും BSEയുടെയും സൂചികയാണ്. ആ സൂചികയാണ് നമ്മൾ ഇൻഡെക്സ് എന്ന് പറയുന്നത്. ആ ഇൻഡെക്സിന്റെ കണക്ക് കൂട്ടുന്നത് നിഫ്റ്റിയിലാണെങ്കിൽ ആദ്യത്തെ 50 കമ്പനികളുടെ പ്രകടനം നോക്കിയിട്ടായിരിക്കും, സെൻസെക്സിലാണെങ്കിൽ ആദ്യത്തെ 30 കമ്പനിയുടെ പ്രകടനം നോക്കിയിട്ടായിരിക്കും. അപ്പൊ ഇതിൽ നിന്ന് വേറൊരു കാര്യം കൂടെ നമുക്ക് മനസ്സിലാവും. സെൻസെക്സ് താഴേക്ക് പോയാലും BSEയിൽ ഏകദേശം 3000-ഓളം അല്ലെങ്കിൽ അതിന് മുകളിൽ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ഏറ്റവും വലിയ 30 കമ്പനികളുടെ പ്രകടനം മാത്രം നോക്കിയിട്ടാണ് നമ്മൾ സെൻസെക്സിന്റെ വില തീരുമാനിക്കുന്നത്. അപ്പൊ 30-ന് മുകളിൽ വേറെ ഒരുപാട് കമ്പനികൾ അവിടെ ഉണ്ട്. അതിലൊക്കെ ചിലപ്പോൾ അതൊക്കെ അതിന്റെ ഷെയറുകളൊക്കെ മുകളിലേക്കായിരിക്കും പോകുന്നത്. പക്ഷേ ഈ 30 കമ്പനികളുടെ ഷെയറുകളും താഴേക്ക് പോകുന്നത് കൊണ്ട് സെൻസെക്സ് താഴേക്കായിരിക്കും. അപ്പോൾ സെൻസെക്സ് താഴെ പോയാലും BSEയിലുള്ള ഒരുപാട് ഷെയറുകൾ മുകളിലേക്ക് പോകുന്നതുണ്ടാകും. അതേപോലെ തന്നെ നിഫ്റ്റിയിൽ നമ്മൾ ആദ്യത്തെ 50 കമ്പനി മാത്രമേ എടുക്കുന്നുള്ളൂ അല്ലെ. നിഫ്റ്റിയിൽ നമുക്ക് 2000-ലധികം കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ 2000-ന് മുകളിലുള്ള ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ആദ്യത്തെ 50 എണ്ണം, ഏറ്റവും വലിയ 50 എണ്ണം മാത്രമേ അതിന്റെ പോയിന്റ് കണക്ക് കൂട്ടാൻ വേണ്ടി അവര് എടുക്കുന്നുള്ളൂ. അപ്പൊ അങ്ങനെ എടുക്കുന്നത് കൊണ്ട് തന്നെ ഈ 50 എണ്ണം പോയിട്ട് ബാക്കി ഏകദേശം 1950 അല്ലെങ്കിൽ അതിന്റെ മുകളിലേക്കുള്ള ഒരു സംഖ്യ, അത്രയും കമ്പനികൾ അവിടെ ഉണ്ട്. അപ്പൊ അതിൽ പല കമ്പനികളും മുകളിലേക്കായിരിക്കും പോകുന്നത്, പക്ഷെ ചിലപ്പോൾ നിഫ്റ്റി താഴേക്കായിരിക്കും പോകുന്നത്. അപ്പൊ അതുകൊണ്ട് നിഫ്റ്റി താഴേക്ക് പോയെന്ന് പറഞ്ഞാൽ NSEയിലുള്ള എല്ലാ കമ്പനികളും താഴേക്ക് പോകുന്ന ഒരു മീനിങ് ഇല്ല. നമുക്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ പൊതുവിൽ നോക്കുമ്പോൾ നിഫ്റ്റി എങ്ങനെ പെർഫോം ചെയ്യുന്നു എന്നുള്ളത് ഒന്ന് കണക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഇൻഡെക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ പറഞ്ഞതിൽ നിന്ന് ഇൻഡെക്സ് എന്താണെന്നും നിഫ്റ്റി എന്താണെന്നും സെൻസെക്സ് എന്താണെന്നും അത് എങ്ങനെയൊക്കെ കണക്ക് കൂട്ടുന്നതെന്നും
അതെങ്ങനെയാണ് മുകളിലേക്കും താഴേക്കും പോകുന്നതെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നമുക്ക് എന്താണ് ഈ മാർക്കറ്റ് ട്രെൻഡ്, അല്ലെങ്കിൽ മാർക്കറ്റ് ഇമോഷൻ, മാർക്കറ്റ് സെന്റിമെന്റ്സ് എന്നൊക്കെ കേൾക്കുന്ന ടേംസ് ഉണ്ട്. അതൊക്കെ എന്താണെന്ന് നോക്കാം. ഈ മാർക്കറ്റ് ട്രെൻഡ്, മാർക്കറ്റ് സെന്റിമെന്റ്സ് അല്ലെങ്കിൽ മാർക്കറ്റ് ഇമോഷൻ എന്നൊക്കെ പറയുന്നത്, അതിനെ നമ്മൾ മലയാളത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റിന്റെ ഒരു സ്വഭാവം, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഒരു പ്രവണത, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ വികാരം. നമ്മുടെ പഴയ ഉമ്മറിന്റെ വികാരജീവി, ആ വികാരമല്ലേ കേട്ടോ, മാർക്കറ്റിന്റെ വികാരം എന്നൊക്കെ നമുക്ക് മലയാളത്തിൽ പറയാം. ഇതിന്റെയൊക്കെ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇത് പറയുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്കറിയാം ഇപ്പൊ ഈ മാർക്കറ്റ് എന്ന് പറയുന്നത് ഒരു ജീവനുള്ള സാധനമല്ലേ അല്ലേ. അപ്പൊ ഈ ജീവനില്ലാത്ത സാധനത്തിന് എങ്ങനെയാണ് ഈ വികാരങ്ങളും സ്വഭാവമൊക്കെ ഉണ്ടാകുന്നത് നമുക്ക് സ്വാഭാവികമായിട്ടും തോന്നാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാർക്കറ്റിനെ ഒരു ജീവനുള്ള ഒരു സംഭവം എന്ന രീതിയിൽ തന്നെ കാണാൻ പറ്റും. കാരണം മാർക്കറ്റിന്റെ പ്രതികരണങ്ങളും അല്ലെങ്കിൽ മാർക്കറ്റിന്റെ സ്വഭാവം എന്നൊക്കെ പറയുന്നത് അത് നമ്മുടെ തന്നെ സ്വഭാവമാണ്. അതെങ്ങനെയാണ് നമ്മുടെ സ്വഭാവം എന്ന് ചോദിച്ചാൽ, നമ്മളെ പോലെയുള്ള ഒരുപാട് ആളുകളാണല്ലോ മാർക്കറ്റിൽ വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. സ്റ്റോക്കുകളാകട്ടെ, മറ്റുള്ള പ്രോഡക്ട്സുകളാകട്ടെ, അതൊക്കെ വാങ്ങുന്നതും വിൽക്കുന്നതും ഒക്കെ ചെയ്യുന്നത് നമ്മളെ പോലുള്ള ആളുകളാണ്. അപ്പൊ നമ്മൾ പലവിധ സാഹചര്യങ്ങളോട് പ്രതികരിച്ചിട്ടാണ് ഇത് വാങ്ങണോ വിൽക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ നമ്മളുടെ ആ ഒരു വികാരപരമായ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പേടിയിൽ നിന്നോ, അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ലാഭം കൂടാൻ പോവുകയാണെന്നൊക്കെയുള്ള തോന്നലുകളിൽ നിന്നാണ് നമ്മൾ ഓരോന്ന് ചെയ്യുന്നത്. അപ്പൊ നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ എന്താണോ ചെയ്യുന്നത് അത് തന്നെയായിരിക്കും മാർക്കറ്റിന്റെ ഒരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം നമ്മളുടെ ഒരു കൂട്ടം ആളുകളുടെ സ്വഭാവമാണ് മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ പറയുന്നത്. അത് ആ ഒരു കൂട്ടം എന്ന് പറഞ്ഞാൽ മാർക്കറ്റിനുള്ളിൽ പങ്കെടുക്കുന്ന ആളുകളിൽ ഭൂരിപക്ഷം ആളുകൾ എങ്ങനെ ചിന്തിക്കുന്നോ അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നോ അത് തന്നെയായിരിക്കും മാർക്കറ്റിന്റെയും ഒരു ട്രെൻഡ്, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഒരു സ്വഭാവം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതിനെയാണ് നമ്മൾ പൊതുവെ ഈ മാർക്കറ്റ് സെന്റിമെന്റ്സ്, മാർക്കറ്റ് ഇമോഷൻ, അല്ലെങ്കിൽ മാർക്കറ്റ് ട്രെൻഡ് എന്നൊക്കെ പറയുന്നത്. നമുക്കതിനൊരു ഉദാഹരണം നോക്കാം. അപ്പോൾ ഈ മാർക്കറ്റ് സെന്റിമെന്റ്സിന്റെ അല്ലെങ്കിൽ മാർക്കറ്റ് ഇമോഷന്റെയോ മാർക്കറ്റ് ട്രെൻഡിന്റെ ഒക്കെ ഒരു ഉദാഹരണം നോക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീണ്ടും നമ്മുടെ ദേവജിക്കയുടെ എക്സാമ്പിൾ തന്നെ നോക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഈ ശിവ എന്ന് പറയുന്ന ആ ഒരു ഓണറിന്റെ കഴിവിലും, അല്ലെങ്കിൽ പുള്ളിക്കാരിയുടെ അല്ലെങ്കിൽ പുള്ളിക്കാരന്റെ പെർഫോമൻസിന്റെ ഒരു ഹൈപ്പും ഒക്കെ കണ്ടിട്ട് ഒരു വിശ്വാസം തോന്നിയിട്ടാണ് കുറേ ആളുകൾ ഇത് വാങ്ങിക്കാൻ കൂട്ടം കൂടുന്നത് അല്ലേ. അങ്ങനെ കുറേ ആളുകൾ കൂട്ടം കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ബാക്കിയുള്ളവരും വിചാരിക്കും ദേവജിക്കട എന്തോ വലിയ സംഭവമാണ്, അതുകൊണ്ടാണല്ലോ ഇത്തരം ആളുകൾ അവിടെ കൂട്ടം കൂടുന്നത്, നമുക്ക് വന്നാൽ ദേവജിക്കടയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ നമുക്ക് നല്ല ലാഭം കിട്ടും എന്ന് മറ്റുള്ള ആളുകളും വിചാരിക്കും. അങ്ങനെ ഒരു ഭൂരിപക്ഷം ആളുകൾ ദേവജിക്കട ഒരുപാട് ഇനി മുമ്പിലേക്ക് കുതിക്കാൻ പോവുകയാണ് എന്ന് ഒരു തോന്നൽ തോന്നിയിട്ട് അവരെല്ലാവരും ഈ ദേവജിക്കടയുടെ ഷെയറുകൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കുമ്പോഴാണ് ദേവജിക്കട ബുള്ളിഷ് ആയി എന്ന് പറയുന്നത്. അപ്പൊ ദേവജിക്കടയുടെ ഷെയറിന് ഒരു സ്വഭാവം, ഒരു ബുള്ളിഷ് സ്വഭാവം എങ്ങനെ വന്നു? അത് കുറെ ആളുകൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചുകൊണ്ട്, ആ വാങ്ങിക്കാൻ വേണ്ടി തീരുമാനിച്ച ആളുകളുടെ ഇമോഷനാണ് ദേവജിക്കട ബുള്ളിഷ് ആണെന്ന് പറയുന്നത്. അപ്പൊ അത് തന്നെയാണ് മാർക്കറ്റിൽ ദേവജിക്കടയുടെ ഷെയറിന് സംഭവിക്കുന്ന സ്വഭാവം എന്ന് പറയുന്നത്. അപ്പോൾ അത് ആ ഒരു ഭൂരിപക്ഷം ആളുകളുടെ സ്വഭാവം ബുള്ളിഷ് ആകുന്നതുകൊണ്ട് ദേവജിക്കടയുടെ സ്വഭാവവും ബുള്ളിഷായി. ഇനി നേരെ മറിച്ചൊരു സിറ്റുവേഷൻ നോക്കിയാൽ, ദേവജിക്കടയുടെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ നിന്ന് ബജി എല്ലാം കഴിച്ചിട്ട് കുറച്ച് ആളുകൾ ഫുഡ് പോയ്സൺ ആയി ആശുപത്രിയിലാണെന്നൊരു ന്യൂസ് വരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ന്യൂസ് വരുമ്പോൾ ആളുകൾ പൊതുവെ എന്ത് ചിന്തിക്കും? അയ്യോ, ദേവജിക്കടയുടെ പ്രവർത്തനങ്ങൾക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട്, ദേവജിക്കടയ്ക്ക് ഇനിയിപ്പോൾ പഴയ പോലെ ലാഭങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലായിരിക്കും. അങ്ങനെ ഒരു പേടി ഒരു കൂട്ടം ആളുകൾക്ക് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു പേടി ഉണ്ടാകുമ്പോൾ ഈ ആളുകൾ എന്ത് ചെയ്യും? അതുവരെ അവർക്ക് നല്ല ലാഭം ഉണ്ടായി കാണും. ഒരു 100 രൂപയ്ക്ക് വാങ്ങിച്ച ഷെയർ ഓൾറെഡി ഒരു 130-ലോ 140-ലേക്ക് പോയി നിൽക്കുമ്പോഴായിരിക്കും ഈ ഒരു ന്യൂസ് വരുന്നത്. അപ്പോൾ ഇവരെന്ത് ചിന്തിക്കും? ഇനി ഇതിപ്പോൾ 150-ലേക്ക് പോകുന്നതിന് പകരം 140-ൽ 130-ലേക്കോ അല്ലെങ്കിൽ ചിലപ്പോൾ 90-ലേക്കോ 80-ലേക്കോ പോകാൻ ചാൻസ് കാണും. അതുകൊണ്ട് ഇപ്പോഴേ ഉള്ള ലാഭത്തിൽ ഇത് വിൽക്കുന്നതായിരിക്കും നല്ലതെന്ന് തോന്നും. അപ്പോൾ ആ ഒരു പേടി ആളുകൾക്ക് വരും അല്ലേ. അപ്പോൾ അങ്ങനെ ഒരു പേടി വന്നിട്ട് കുറച്ച് ആളുകൾ ഇതെല്ലാം കൂടെ വിറ്റങ്ങ് ഒഴിവാക്കും. അങ്ങനെ വിറ്റ് ഒഴിവാക്കുമ്പോൾ നമ്മുടെ ദേവജിക്കയുടെ ഷെയറിന്റെ കച്ചവടം, സ്റ്റോക്ക് മാർക്കറ്റിലെ ആ ഷെയർ കച്ചവടത്തിൽ എന്ത് സംഭവിക്കും? അത് താഴേക്ക് പോകും. താഴേക്ക് പോകുന്നതിന് എന്താണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അത് മുമ്പുള്ള വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും. അതിനെ നമ്മൾ ബിയറിഷ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഈ ബിയറിഷ് ആകുന്ന മാർക്കറ്റിൽ, അപ്പൊ എന്തുകൊണ്ട് നമ്മുടെ ദേവജിക്കയുടെ ഷെയറിന്റെ കച്ചവടം ബിയറിഷായി? കുറെ ആളുകൾക്ക് ഒരു പേടി വന്നു. അപ്പൊ ആ ഒരു പേടിയെയാണ് ദേവജിക്കയുടെ ഷെയർ മാർക്കറ്റിലെ പെർഫോമൻസ് ബിയറിഷ് ആണെന്ന് പറയാൻ കാര്യം. അപ്പോൾ ആ ഒരു പേടിയെയാണ് നമ്മൾ ഈ മാർക്കറ്റ് ഇമോഷൻ എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ദേവജിക്കയുടെ കാര്യത്തിൽ മാത്രം ഇത് സംഭവിച്ചപ്പോൾ നമുക്ക് പറഞ്ഞു, നമ്മൾ ദേവജിക്കയുടെ കാര്യത്തിൽ ഇത് ബിയറിഷ് അല്ലെങ്കിൽ ബുള്ളിഷ് ആയി എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു 1000-ഓ 2000-ഓ 3000-ഓ കമ്പനികൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ.
അപ്പോൾ ആ ലിസ്റ്റ് ചെയ്ത കമ്പനികളിൽ ഭൂരിഭാഗം വരുന്ന കമ്പനികളിലും നമ്മളെ പോലുള്ള ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു മെന്റാലിറ്റി, ആ ഒരു ഷെയറിനോടുള്ള നമ്മളുടെ മെന്റാലിറ്റി എന്താണോ ആ മെന്റാലിറ്റി ആയിരിക്കും മാർക്കറ്റിന്റെയും മെന്റാലിറ്റി. ഒരു 3000 ഷെയർ മാർക്കറ്റിലുണ്ട്. അപ്പൊ അതിലൊരു 1500 2000 ഷെയർ, അതായത് അതിനകത്ത് 50% കൂടുതൽ ഷെയറുകളിൽ എല്ലാവരും വാങ്ങാൻ ഒരു പ്രവണത കാണിക്കുകയാണ്, അല്ലെങ്കിൽ വാങ്ങാൻ ആളുകൾ ക്യൂ നിൽക്കുകയാണ് എന്നുള്ളപ്പോൾ എന്ത് പറയും? മാർക്കറ്റിന് ഒരു കുതിപ്പുണ്ട്, മാർക്കറ്റ് ബുള്ളിഷ് ആണെന്ന് പറയും. ആ ബുള്ളിഷ് എങ്ങനെ വന്നു? ആ ഒരു ഇമോഷൻ വന്നത് വാങ്ങാനുള്ള ആളുകളുടെ ഇമോഷനാണ്. അതായത് മാർക്കറ്റിന് മുമ്പിലേക്ക് പോകാൻ പോവുകയാണ് എന്ന് കരുതി ആളുകളുടെ ചിന്ത വന്നു. അപ്പൊ ആ ചിന്ത തന്നെയാണ് മാർക്കറ്റിന്റെയും ചിന്ത എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കുന്നോ അത് തന്നെയായിരിക്കും മാർക്കറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മുടെ ഇമോഷനാണ് മാർക്കറ്റിന്റെ ഇമോഷൻ. അത് തന്നെയാണ് നമ്മൾ ഈ മാർക്കറ്റിന്റെ ഇമോഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ട്രെൻഡ് എന്നൊക്കെ പറയുന്നത്. ഈ ട്രെൻഡ്, മാർക്കറ്റിന്റെ ഇമോഷൻ എല്ലാം ഉണ്ടാക്കുന്നത് നമ്മളെ പോലുള്ള ആളുകളുടെ ഭൂരിഭാഗം ആളുകൾ എന്ത് ഇമോഷനാണോ ആ ഇമോഷന്റെ പുറത്തായിരിക്കും. ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിയാൽ, ഈ അടുത്തിടയ്ക്ക് ഉണ്ടായ 2 സംഭവങ്ങൾ, നമുക്ക് എല്ലാവർക്കും ഓർക്കാൻ പറ്റുന്ന 2 സംഭവങ്ങൾ ഞാൻ പറയാം. അതായത് മാർക്കറ്റിന്റെ ഇമോഷൻ, മാർക്കറ്റ് ഒരു പാനിക് സിറ്റുവേഷനിലേക്ക് പോയി എന്ന് പറയാം. അതായത് മാർക്കറ്റ് എങ്ങനെ പാനിക്കാവും? മാർക്കറ്റ് ഒരിക്കലും പാനിക്കാകത്തില്ലല്ലോ. മാർക്കറ്റിൽ പങ്കെടുക്കുന്ന നമ്മളെ പോലുള്ള ആളുകൾ പാനിക്കായ 2 സിറ്റുവേഷൻ ഞാൻ പറയാം. ഒന്ന്, നമുക്ക് കൊറോണ വന്ന് എല്ലായിടത്തും ലോക്ക്ഡൌൺ ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ എല്ലാവരും പാനിക്കായപ്പോൾ എന്ത് സംഭവിച്ചു? എല്ലാവരും വിചാരിച്ചു ഇനിയിപ്പോൾ ഈ കമ്പനികളൊന്നും റണ്ണാകാൻ പോകുന്നില്ല, എല്ലാം അടച്ചു കൂട്ടാൻ പോവാണ്, അതുകൊണ്ടുള്ള പൈസ വിറ്റ് ലാഭം എടുത്തേക്കാം, നഷ്ടത്തിലാണെങ്കിൽ നഷ്ടത്തിൽ, ഉള്ള ലാഭമാണെങ്കിൽ അത്രയും, ഇനി ഹോൾഡ് ചെയ്യണ്ട, ഇവിടെ വെച്ച് പരിപാടി നിർത്തി ഉള്ള ക്യാഷ് പിൻവലിച്ചേക്കാമെന്ന് എല്ലാ ആളുകളും വിചാരിച്ചു. കൊറോണ സമയത്ത് എല്ലാവർക്കും പേടിയായി. അപ്പോൾ ആ പേടി തന്നെയാണ് മാർക്കറ്റിൽ സംഭവിച്ചത്. നമ്മുടെ പേടി തന്നെയാണ് മാർക്കറ്റും പാനിക്കായി എന്ന് പറയുന്നത്. നമ്മൾ പാനിക്കായി, അതായത് നമ്മളിൽ ഭൂരിഭാഗം ആളുകൾ, മാർക്കറ്റിലേക്ക് ഇറങ്ങിയ ഭൂരിഭാഗം ആളുകൾ പാനിക്കായപ്പോൾ മാർക്കറ്റും പാനിക്കായി എന്ന് പറയാം. അതേപോലെ വേറൊരു എക്സാമ്പിൾ ആണ് ഈ അടുത്തിടയ്ക്ക് നമുക്ക് ഇസ്രായേലിൽ ഒരു യുദ്ധം ഉണ്ടായി അല്ലേ. ഇസ്രായേലിൽ യുദ്ധം ഉണ്ടായപ്പോഴത്തേനും പത്രത്തിലൊക്കെ വലിയ വാർത്തകളായിരുന്നു. ഇനിയിപ്പോൾ അത് ഇസ്രായേലിന്റെ കൂടെ കുറച്ച് രാജ്യങ്ങൾ, മറ്റേ പലസ്തീൻ്റെ കൂടെ വേറെ കുറച്ച് രാജ്യങ്ങൾ ചേരും, ഇത് വലിയ പഴയ പോലെ തന്നെ വേൾഡ് വാറിലേക്ക് പോകും എന്നൊക്കെയുള്ള ഒരു നറേഷൻ ഒക്കെ, ഒരു പറച്ചിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് ആളുകൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ യുദ്ധമൊക്കെ വരാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും കമ്പനികൾക്കെല്ലാം പ്രശ്നമാകും, കച്ചവടങ്ങളെല്ലാം നിൽക്കും, ആകെ പ്രശ്നത്തിലാകും. അതുകൊണ്ട് ഉള്ള ലാഭത്തിൽ, അല്ലെങ്കിൽ ആ സമയത്തുള്ള നഷ്ടം, ചെറിയ നഷ്ടമാണെങ്കിൽ ആ ചെറിയ നഷ്ടം സഹിച്ച് ഉള്ള പൈസ ഷെയർ വിറ്റ് അത് പൈസയാക്കി മാറ്റാം, അല്ലെങ്കിൽ ലാഭത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ലാഭം എടുത്തിട്ട് അത് പൈസയാക്കി മാറ്റി കയ്യിൽ വെക്കാം എന്ന ആളുകൾക്കൊരു പേടി വരും, ഒരു പാനിക്കാവും ആളുകൾ. അപ്പൊ അങ്ങനെ ആളുകളുടെ പേടി വന്ന് ആ ഒരു പാനിക് സിറ്റുവേഷൻ വന്നിട്ട് മാർക്കറ്റ് ഇടിയുമ്പോഴാണ് നമ്മൾ മാർക്കറ്റിന്റെ ഇമോഷനും മാർക്കറ്റ് പാനിക്കായി എന്നൊക്കെ പറയാറുള്ളത്. അപ്പൊ ഈ മാർക്കറ്റ് പാനിക്കാണ്, അല്ലെങ്കിൽ മാർക്കറ്റ് ബുള്ളിഷാണ്, മാർക്കറ്റ് ബീറിഷ് ആണെന്നെല്ലാം പറയുന്നത് അതിൽ പങ്കെടുക്കുന്ന നമ്മളെ പോലുള്ള ആളുകളിലെ ഭൂരിഭാഗം ആളുകൾ എന്ത് ചിന്തിക്കുന്നു അത് തന്നെയാണ് മാർക്കറ്റും ചിന്തിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് വസ്തുത. അപ്പൊ അതിൽ നിന്നൊക്കെ ജീവനുള്ള കുറെ കൂട്ടം ആളുകളുടെ ആകെത്തുകയാണ് മാർക്കറ്റ് കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ മാർക്കറ്റിനെയും വേണമെങ്കിൽ നമുക്കൊരു ജീവനുള്ള വസ്തുവാണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പൊ ഇത്രയും പറഞ്ഞതിനകത്തുനിന്ന് മാർക്കറ്റിന്റെ ഒരു സെന്റിമെന്റ്സിനെ പറ്റി, അല്ലെങ്കിൽ മാർക്കറ്റിന്റെ ഇമോഷൻ എന്നൊക്കെ പറയുന്നത് എന്താണ് എന്നൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ നമുക്ക് ട്രേഡിംഗ് ടൈപ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈപ്സിനെ പറ്റി നോക്കുകയാണെങ്കിൽ ആകെപ്പാടെ നമുക്ക് ഒരു ഫണ്ടമെന്റൽ ട്രേഡിങ്ങും പിന്നെ ഒരു ടെക്നിക്കൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് 2 കാറ്റഗറി മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിലുള്ളൂ. അപ്പോൾ ഈ 2 കാറ്റഗറിക്കകത്താണ് പല ടൈപ്പും വരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഫണ്ടമെന്റൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാകെ ഒരേ ഒരു ടൈപ്പേ ഉള്ളൂ. നമ്മൾ ഒരു ഷെയർ ഡെലിവറി എടുക്കുന്നു, അതായത് നമ്മുടെ സ്വന്തമായിട്ട് വാങ്ങിക്കുന്നു, കുറേ വർഷത്തേക്ക്, 5 വർഷത്തേക്കോ 10 വർഷത്തേക്കോ 15 വർഷത്തേക്കോ 50 വർഷത്തേക്കോ ഒക്കെ നമ്മുടെ കയ്യിൽ ആ ഷെയർ വെക്കുന്നു, അതിന്റെ പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ പ്രോഫിറ്റ് കിട്ടിക്കൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞാൽ 50 വർഷത്തേക്കൊക്കെ ഷെയർ കയ്യിൽ വെക്കുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ബോണസ് ഷെയറുകൾ കിട്ടും, അതല്ലെങ്കിൽ കമ്പനി ഇടയ്ക്ക് ലാഭവിഹിതങ്ങൾ പ്രഖ്യാപിക്കും. അതിനാണ് നമ്മൾ ഈ ഡിവിഡൻഡ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് അതിൽ നിന്ന് വരുമാനം കിട്ടിക്കൊണ്ടേയിരിക്കും. അതിന്റെ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ഈ നമ്മൾ ഒരു 1 ലക്ഷം രൂപ മുടക്കി വാങ്ങിച്ച ഷെയർ ആണെങ്കിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ അതൊരു 10 ലക്ഷമായിട്ടോ 15 ലക്ഷമായിട്ടോ ഒക്കെ മാറുകയും ചെയ്യും. നമ്മുടെ ആ ഒരു ക്യാപിറ്റൽ എമൗണ്ട്, നമ്മുടെ കയ്യിലുള്ള നമ്മൾ പണ്ട് സേവ് ചെയ്തിട്ട് വാങ്ങിച്ച ആ ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അതിങ്ങനെ കൂടി വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ കമ്പനിയെ പറ്റി പഠിച്ച് നല്ലപോലെ ആ കമ്പനിയുടെ പ്രവർത്തനങ്ങളെ പറ്റിയൊക്കെ മനസ്സിലാക്കി കമ്പനിക്ക് ഒരുപാട് വർഷത്തേക്ക് ഭാവിയുണ്ട് എന്നൊക്കെ തോന്നിയിട്ട് നമ്മൾ അതിന്റെ സ്റ്റോക്ക് കുറെ വർഷങ്ങളിലേക്ക് വാങ്ങിച്ചു വെക്കുന്നതിനെയാണ് നമ്മൾ ഡെലിവറി എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ലോങ് ടൈം ഷെയർ ഡെലിവറി അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് എന്നൊക്കെ വിളിക്കുന്നത്. അപ്പൊ അത് ഫണ്ടമെന്റൽ ട്രേഡിങ്ങിന്റെ താഴെ വരുന്ന ആ ഒരു ട്രേഡിംഗ് ടൈപ്പാണ്. ഫണ്ടമെന്റലിൽ ആ ഒരു
ടൈപ്പ് മാത്രമേ ഉള്ളൂ. നമ്മൾ ലോങ് ടൈമിലേക്ക് വാങ്ങിച്ചു വെക്കുന്നു, ഒരുപാട് വർഷങ്ങൾ കഴിയുമ്പോൾ അത് വിറ്റ് അതിന്റെ ബെനിഫിറ്റ് എടുക്കുകയോ ഒക്കെ ചെയ്യുന്നു. ഇനി നമ്മൾ ടെക്നിക്കൽ ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിലാണ് ബാക്കി ഈ ടൈപ്പുകളെല്ലാം വരുന്നത്. അതായത് സ്വിംഗ് ട്രേഡിങ്, സ്കാൾപ്പിങ്, ഇൻട്രാഡേ ട്രേഡിങ്, ഓപ്ഷൻ ട്രേഡിങ്, പൊസിഷണൽ ട്രേഡിങ്, ഇങ്ങനെയുള്ള ഒരുപാട് ടേംസ് വരുന്നതെല്ലാം ഈ ടെക്നിക്കൽ ട്രേഡിങ്ങിന്റെ ഭാഗമായിട്ടാണ്. അപ്പൊ ഇതെല്ലാം ഈ ഒരു വേർഡുകൾ കേട്ട് ആരും പേടിച്ചു പോകണ്ട. ഇതെല്ലാം വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. അതായത് സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയൊരു സമയത്തേക്ക്, ഒരു 3 ദിവസം അല്ലെങ്കിൽ 3 ദിവസം മുതൽ 15 ദിവസം സമയത്തിനുള്ളിലൊക്കെ ഒരു ഷെയറിന്റെ വില ഒരു പ്രത്യേക രീതിയിൽ മൂവ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്തെ ഒരു ട്രെൻഡിനെ മാത്രം നമുക്ക് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എടുക്കാം, അതിന്റെ ഒരു പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി മാത്രം നമ്മൾ ആ ഷെയർ വാങ്ങിക്കുകയും പിന്നെ ഒരു 5-6 ദിവസം കഴിയുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്ത് അതിന്റെ വില എത്തുമ്പോഴത്തേനും അതിനെ വിറ്റ് ഒഴിവാക്കിയിട്ട് ആ പ്രോഫിറ്റ് എടുക്കുന്നതൊക്കെ ചെയ്യുന്നതിനാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. സ്വിംഗ് എന്ന് പറയാൻ നമുക്ക് അറിയാം, നമ്മൾ ഈ ഊഞ്ഞാലൊക്കെ ആടുന്ന പോലെ ഈ ഒരു മൂവ്മെന്റ് ഉള്ള ഇങ്ങനെ വരുന്നൊരു മൂവ്മെന്റ്, അതിനെയാണ് നമ്മൾ ഈ സ്വിംഗ് എന്ന് പറയുന്നത്. അതായത് ഒരു ഷെയറിന്റെ ഒരു വില ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റ് വരെ ചെല്ലുന്നു, വീണ്ടും താഴേക്ക് വരുന്നു, വീണ്ടും അത് മുകളിലേക്ക് പോകുന്നു. ഇങ്ങനെ ഒരു പാറ്റേൺ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഈ താഴെ നമ്മൾ വാങ്ങിച്ചിട്ട് ഈ ഒരു പോയിന്റിൽ നമ്മൾ വിൽക്കും. അപ്പൊ ഇത് എത്ര ദിവസം, ഒരു 5-6 ദിവസം കൊണ്ട് അല്ലെ 10 ദിവസം കൊണ്ട് ഈ ഒരു മൂവ്മെന്റ് നടക്കുന്നുണ്ടെന്ന് നമുക്ക് ഗ്രാഫിൽ, ഓരോ കമ്പനിയുടെ ഗ്രാഫിൽ കണ്ടു കഴിഞ്ഞാൽ ഈ ഒരു മൂവ്മെന്റ് നമ്മൾ ഇവിടെ വാങ്ങിച്ച് ഇവിടെ വിൽറ്റ് ആ ഒരു പ്രോഫിറ്റ് എടുക്കുന്നതിനെയാണ് നമ്മൾ സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് സ്കാൾപ്പിംഗ് ആണ്. സ്കാൾപ്പിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും ചെറിയ ടൈമിൽ ചെയ്യും. നമ്മൾ 1 മിനിറ്റും അല്ലെങ്കിൽ 5 മിനിറ്റിലൊക്കെ മൂവ്മെന്റ് കണ്ടിട്ട്, അതായത് രാവിലെ 9:15 മാർക്കറ്റ് തുടങ്ങുന്നു, 9:15 ഒരു ഷെയറിന്റെ വില 100 രൂപയാണ്, 9:20 ആകുമ്പോൾ അതിന്റെ വില 102 രൂപയായി മാറി. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ കണക്ക് കൂട്ടും, 9:25 ആകുമ്പോൾ അത് 104 ആയേക്കുമെന്ന് വിചാരിച്ചിട്ട് 102 രൂപയ്ക്ക് വാങ്ങിച്ചിട്ട് ഈ 104 രൂപയ്ക്ക് 5 മിനിറ്റ് കൊണ്ടോ 6 മിനിറ്റ് കൊണ്ടോ ഒക്കെ വിൽക്കുന്നതിനെയാണ് നമ്മൾ ഈ സ്കാൾപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ഈ 2 രൂപയ്ക്ക് വേണ്ടി എന്തിനാ ചെയ്യുന്നത്. പക്ഷെ ഇതൊക്കെ എന്ന് വെച്ചാൽ ഒരുപാട് വലിയ തുകകൾ കയ്യിൽ വെച്ചിട്ട് ഒരു കമ്പനിയുടെ 1000 ഷെയറോ 10,000 ഷെയറോ ഒക്കെ വാങ്ങിച്ച് 10,000 ഷെയർ വാങ്ങിച്ചിട്ട് ആ വില 1 രൂപ മാറിയാൽ നമുക്ക് 10,000 രൂപ കിട്ടും അല്ലെ. നമ്മുടെ കയ്യിൽ 10,000 ഷെയർ ആണല്ലോ. അപ്പൊ ആ 10,000 ഷെയറിൽ ഓരോ ഷെയറിനും 1 രൂപ വെച്ച് കൂടുമ്പോൾ നമുക്ക് 10,000 രൂപ കിട്ടും. അപ്പൊ അങ്ങനെ വലിയ എമൗണ്ട് യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഈ സ്കാൾപ്പിംഗ് എന്ന് പറയുന്നത്. ചെറിയ 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 ടൈമില് ഷെയറുകളുടെ വില മാറുന്നതനുസരിച്ച് അതിന്റെ പ്രോഫിറ്റ് എടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് സ്കാൾപ്പിംഗ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒന്നാണ് ഇൻട്രാഡേ ട്രേഡിംഗ്. ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത് നമ്മൾ രാവിലെ വാങ്ങിക്കുന്നു, അതായത് മാർക്കറ്റ് ഒരു ദിവസത്തെ 9:15 മുതൽ 3:30 വരെയുള്ള സമയത്തിനകത്ത് എപ്പോഴെങ്കിലും ഒരു വാങ്ങിക്കുന്നു. ഇതിന് മുമ്പ് ഒരു സമയത്ത് അത് നിൽക്കുന്നു. അതായത് 9:15 കഴിഞ്ഞുള്ള ഏത് സമയത്തും നമുക്ക് വാങ്ങിക്കാം, പക്ഷെ 3:30 മുമ്പായിട്ട് അത് വിറ്റേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു കണ്ടീഷനിൽ നമ്മൾ വാങ്ങിക്കുന്നതിനാണ് ഇൻട്രാഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തിനാ ഇത്ര ബുദ്ധിമുട്ടി 3:30 മുമ്പേ വിറ്റേ പറ്റുള്ളൂ എന്ന് പറയുന്ന രീതിയിൽ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ബ്രോക്കറിന്റെ സൈഡിൽ നമുക്ക് ലിവറേജ് കിട്ടും. അതായത് നമ്മുടെ കയ്യിൽ ഒരു 10,000 രൂപ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു 50,000 രൂപ വരെയുള്ള ഷെയറുകളൊക്കെ വാങ്ങിക്കാനുള്ള ഒരു ലിവർ, ഒരു ലൈസൻസ് പോലെ അവർക്ക് നമ്മളൊരു ക്രെഡിറ്റ് കാർഡൊക്കെ യൂസ് ചെയ്യുമല്ലോ എന്ന് പറയുന്നത് പോലെ നമുക്ക് ഒരു ലിവറേജ് തരും. അതായത് നമ്മുടെ കയ്യിൽ ഒരു 10,000 രൂപയേ ഉള്ളൂ നമ്മുടെ അക്കൗണ്ടിൽ, നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ. അങ്ങനെയുള്ളപ്പോൾ അവര് നമ്മളോട് 50,000ന്റെ നിങ്ങൾ പർച്ചേസ് ചെയ്തു, പക്ഷേ 3:30 മുമ്പ് ഇത് വിറ്റ് ലാഭമാണെങ്കിൽ ലാഭം, നഷ്ടമാണെങ്കിൽ നഷ്ടം, 3:30 മുമ്പ് വിറ്റോണം എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ലിവറേജ് തരുന്നതുകൊണ്ടാണ് പല ആളുകളും ഇൻട്രാഡേ ട്രേഡിംഗിലേക്ക് പോകുന്നത്. പിന്നെ ഒരു ടൈപ്പാണ് ഓപ്ഷൻ ട്രേഡിംഗ്. ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ഈ സ്റ്റോക്ക് മാർക്കറ്റിന്റെ, അതായത് നമ്മൾ ഓരോ കമ്പനികളുടെ ഷെയറുകൾ നടക്കുന്ന ആ ഒരു സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഒരു വേറെ ഒരു വേർഷനാണ്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് പിന്നെ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ചെയ്യുന്ന ട്രേഡിങ്ങിനെയാണ് നമ്മൾ ഈ ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അത് കുറച്ച് വലിയ ഒരു സബ്ജക്റ്റ് ആണ്. നമുക്ക് പയ്യെ ആ ഒരു വീഡിയോസിലേക്കൊക്കെ മുമ്പിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം. പിന്നെ ഉള്ളതാണ് പൊസിഷണൽ ട്രേഡിംഗ്. പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത് സ്വിംഗ് ട്രേഡിങ്ങിന്റെയും ലോങ് ടൈമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന്റെ ഒക്കെ ഇടയ്ക്ക് നിൽക്കുന്ന ഒരു ടൈപ്പ് ട്രേഡിംഗ് ആണ് പൊസിഷണൽ ട്രേഡിംഗ്. ഒരു പ്രത്യേക പൊസിഷൻ നമ്മൾ കീപ്പ് ചെയ്യും. ഒരു 50 ദിവസത്തെ ഒരു മൂവ്മെന്റ് കാണുമ്പോൾ ഒരു പ്രത്യേക ഏരിയയിൽ പ്രൈസ് വന്നിട്ട് അതിങ്ങനെ മുകളിലേക്ക് പോകുന്നുണ്ടോ എന്ന് കാണുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു 3 മാസത്തേക്കോ അല്ലെങ്കിൽ ഒരു 6 മാസത്തേക്കോ ചിലപ്പോൾ 1 വർഷം വരെയൊക്കെയോ കീപ്പ് ചെയ്തിട്ട് അതിന്റെ ബെനിഫിറ്റ് എടുക്കുന്നതിനെയാണ് നമ്മൾ ശരിക്കും പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ശരിക്കും നമ്മുടെ സ്വിംഗ് ട്രേഡിങ്ങിനെ കഴിഞ്ഞും കുറച്ച് മുകളിലുമാണ്, എന്നാൽ നമ്മുടെ ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റിനെ കഴിഞ്ഞും താഴെയുമാണ്. അപ്പോൾ അതിനിടയ്ക്ക് നിൽക്കുന്ന ഒരു ട്രേഡിംഗ് രീതിയാണ് പൊസിഷണൽ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള
കുറച്ച് ടൈപ്സ് ആണ് നമുക്ക് മാർക്കറ്റിൽ ട്രേഡിംഗ് ടൈപ്സ് ആയിട്ടുള്ളത്. ഇതിനെപ്പറ്റിയൊക്കെ ഇപ്പൊ നമ്മൾ ഇൻട്രൊഡക്ഷൻ പാർട്ട് ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. ഈ ഓരോ രീതികളെ പറ്റിയും ഓരോ ട്രേഡിംഗ് ടൈപ്സിനെ പറ്റിയും ഒക്കെ നമുക്ക് മുമ്പോട്ടുള്ള വീഡിയോസിൽ വളരെ വിശദമായിട്ട് തന്നെ നോക്കാം. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിലെ പലവിധമായ പ്രോഡക്ട്സുകളെ പറ്റിയിട്ടാണ്. എന്തൊക്കെയാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ള ഒരു കാര്യമാണ് ഇനി നോക്കാനുള്ളത്. ഇൻട്രൊഡക്ഷൻ പാർട്ടിലെ നേരത്തെ ചെയ്ത ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞായിരുന്നു, സ്റ്റോക്ക് മാർക്കറ്റിൽ എല്ലാത്തരം ആളുകൾക്കും പറ്റുന്ന തരത്തിലുള്ള പ്രോഡക്ട്സ് അവൈലബിൾ ആണ്. നമ്മളെല്ലാവരും പൊതുവിലുള്ള വിചാരം കുറെ കമ്പനികളുടെ ഷെയർ വാങ്ങിക്കുക, വിൽക്കുക, ഇത് മാത്രമാണ് ഷെയർ മാർക്കറ്റിൽ നടക്കുന്നതെന്നാണ് ഒരു ധാരണ കുറച്ച് പേരുടെയെങ്കിലും അടുത്തുണ്ട്. അപ്പോൾ ഒരുപാട് റിസ്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ആ രീതിയിലുള്ളതും അല്ലെ ഒട്ടും റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ആ രീതിയിലുള്ളതൊക്കെ ആയിട്ടുള്ള പ്രോഡക്ട്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട കുറച്ച് സംഭവങ്ങളാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കമ്പനിയുടെ ഷെയർ അല്ലെങ്കിൽ സ്റ്റോക്കുകൾ വാങ്ങിക്കുക, ചെറിയ വിലയ്ക്ക് വാങ്ങിക്കുക, ലാഭം ഒരുപാടായി കഴിയുമ്പോൾ അല്ലെങ്കിൽ വില കൂടി കഴിയുമ്പോൾ വിൽക്കുക എന്ന് പറയുന്ന ആ ഒരു ഷെയർ മാർക്കറ്റിന്റെ ഷെയർസിന്റെ കച്ചവടം. പിന്നെയുള്ളതാണ് ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത്. ഗോൾഡ് ബോണ്ട് ശരിക്കും നമ്മളുടെ RBI ഇറക്കുന്നതാണ്. നമ്മുടെ സെൻട്രൽ ഗവൺമെന്റിന്റെ സെക്യൂരിറ്റിയോട് കൂടി തന്നെ RBI ഇറക്കുന്ന ഒരു സംഭവമാണ് ഈ ഗോൾഡ് ബോണ്ട് എന്നുള്ളത്. ഈ ഗോൾഡ് ബോണ്ടിൽ ശരിക്കും നമുക്ക് ഫിസിക്കലി ഉള്ള സ്വർണം വാങ്ങിക്കാതെ തന്നെ സ്വർണത്തിൽ നിന്നുള്ള റിട്ടേൺസ് കിട്ടാൻ വേണ്ടി സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ ഗോൾഡ് ബോണ്ട്. ഇതിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് FD പോലെ തന്നെ നമുക്ക് സെക്യൂരിറ്റി കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു ഗോൾഡ് ബോണ്ട് എന്നൊക്കെ പറയുന്നത്. ഈ ഗോൾഡ് ബോണ്ടിൽ നമുക്ക് ശരിക്കും 2.5% പലിശയും ഗവൺമെന്റ് ഓഫർ ചെയ്യുന്നുണ്ട്. അതിന്റെ കൂട്ടത്തിൽ ഈ ഗോൾഡ് ബോണ്ടിന്റെ കാലാവധി കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സമയത്ത് ഗോൾഡ് റേറ്റ് എത്രയാണോ അത് ആ സെയിം അതേ തുക തന്നെ നമുക്ക് അത് വിറ്റ് എടുക്കാനും പറ്റുന്നതാണ്. ഈ ഗോൾഡ് ബോണ്ടിന് സംഭവിക്കുന്ന വേറൊരു കുറച്ച് ഉപകാരങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ സ്വർണ്ണമായിട്ട് വാങ്ങിക്കണമെങ്കിൽ മിനിമം നമ്മൾ 1 ഗ്രാം അല്ലെങ്കിൽ 1/2 പവന്റെങ്കിലും ചെറിയൊരു ആഭരണം വാങ്ങിച്ചു വെക്കണം അല്ലെ. അപ്പൊ അങ്ങനെ വാങ്ങിച്ചു വെക്കുമ്പോൾ പിന്നീട് അതിന് പണിക്കൂലി കൊടുക്കണം, ടാക്സ് കൊടുക്കണം, പിന്നെ വിൽക്കാൻ ചെല്ലുമ്പോൾ കുറെ സ്വർണ്ണം അവർ ലോസേജ് ഉണ്ടെന്ന് പറഞ്ഞിട്ട് കുറയ്ക്കും. അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ വരും. ഇനി നമ്മൾ വലിയ എമൗണ്ടിലാണ് സ്വർണ്ണത്തിൽ നമ്മൾ ഫിസിക്കലി, അതായത് സ്വർണ്ണം ആഭരണങ്ങളായിട്ടൊക്കെ വാങ്ങിച്ചു വെക്കുന്നുണ്ടെങ്കിൽ ഇത് കൈയിരിക്കുമ്പോൾ ഉള്ള ടെൻഷൻ, ഇനി കൈയിരിക്കുമ്പോൾ ടെൻഷൻ എന്ന് പറഞ്ഞിട്ട് ലോക്കറിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ലോക്കറിന് ചാർജ് കൊടുക്കണം, അതിന്റെ ടെൻഷൻ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ സ്വർണ്ണം ഫിസിക്കലി വാങ്ങിക്കുമ്പോൾ ഉണ്ട്. അപ്പൊ ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സ്വർണത്തിന്റെ വിലയുടെ വ്യത്യാസത്തിൽ വരുന്ന എല്ലാവിധ ബെനിഫിറ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അതിന്റെ കൂട്ടത്തിൽ 2.5% വാർഷിക ഇൻട്രസ്റ്റ് കൂടെ തരുന്ന ഒരു സംഭവമാണ് ഈ ഗോൾഡ് ബോണ്ട് എന്ന് പറയുന്നത്. ഇതിന് ശരിക്കും സോവേറിയൻ ഗോൾഡ് ബോണ്ട് എന്നാണ് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ പാർട്ട് ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് വിശദീകരിക്കും. പിന്നെയുള്ളതാണ് കടപ്പത്രങ്ങൾ. ഈ കടപ്പത്രങ്ങളെ നമുക്ക് ഇംഗ്ലീഷിൽ ഡെറ്റ് ഫണ്ട് എന്നാണ് പറയുന്നത്. ഡെറ്റ് ഫണ്ട്സിൽ ശരിക്കും നമുക്ക് ഡെറ്റ് ഫണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ നമുക്ക് നിക്ഷേപിച്ചു കഴിഞ്ഞാൽ ചെറിയ ഗ്രോത്ത് ആയിരിക്കും. മറ്റുള്ള സ്റ്റോക്ക് മാർക്കറ്റ് പ്രോഡക്ട്സിനെ സംബന്ധിച്ച് ഗ്രോത്ത് റേറ്റ് കുറവായിരിക്കും. എന്നാൽ പോലും നമുക്കൊരു സ്റ്റഡി ആയിട്ടുള്ള പ്രോഫിറ്റ് അതിൽ നിന്ന് കിട്ടുന്നതാണ്. റിസ്ക് ഇല്ലാതെ, തീരെ റിസ്ക് എടുക്കാൻ താല്പര്യമില്ലാത്ത ആളുകൾക്ക് ബാങ്ക് FD കഴിഞ്ഞൊക്കെ നല്ല രീതിയിൽ റിട്ടേൺസ് തരുന്ന ഒരു സംഭവമാണ് ഈ കടപ്പത്രം അല്ലെങ്കിൽ ഡെറ്റ് ഫണ്ട്സ് എന്ന് പറയുന്നത്. പിന്നെ ഉള്ളതാണ് മ്യൂച്വൽ ഫണ്ട്. മ്യൂച്വൽ ഫണ്ട് ഒരുവിധപ്പെട്ട ആളുകൾക്കെല്ലാം അറിയായിരിക്കും, എന്നാലും ഒന്നുകൂടെ പറയാം. മ്യൂച്വൽ ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സംസാരിച്ച ഈ ഒരു കാര്യങ്ങളിലെല്ലാം ചിലപ്പോൾ ഇതിൽ ഒന്നിലും മാത്രമോ അല്ലെങ്കിൽ ഇതിലെല്ലാത്തിലുമോ ഒക്കെ ആയിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന പരിപാടിയാണ് മ്യൂച്വൽ ഫണ്ട് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ഞാനൊരു മ്യൂച്വൽ ഫണ്ട് നടത്തുക എന്ന് വിചാരിക്കാം. ഞാൻ നിങ്ങളെപ്പോലുള്ള 100 പേരുടെ കയ്യിൽ നിന്ന് 1000 രൂപ വീതം വാങ്ങിക്കും. അപ്പോൾ 100 പേരുടെ കയ്യിൽ നിന്ന് 1000 രൂപ വീതം വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ 1 ലക്ഷം രൂപയായി. അതായത് ഞാൻ നടത്തുന്ന മ്യൂച്വൽ ഫണ്ടിന്റെ ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എൻ്റെ മ്യൂച്വൽ ഫണ്ട് കമ്പനിക്ക് നിങ്ങൾ 100 പേരുടെ കയ്യിൽ നിന്ന് 1000 രൂപ വീതം 1 ലക്ഷം രൂപ കിട്ടി. ഈ 1 ലക്ഷം രൂപയിൽ 50,000 രൂപ ഞാൻ ഷെയറിൽ എടുക്കുന്നു, ഒരു 25,000 രൂപ ഞാൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ഒരു 25,000 രൂപ ഞാൻ കടപ്പത്രത്തിൽ എടുക്കും. അങ്ങനെ 1 വർഷം കഴിഞ്ഞ്, 2 വർഷം കഴിഞ്ഞ്, 3 വർഷം കഴിഞ്ഞപ്പോഴത്തേനും ഈ 1 ലക്ഷം രൂപ എന്നുള്ളത് ഞാൻ അതുകൊണ്ടൊരു 2 ലക്ഷം ആക്കി മാറ്റി. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ, കാരണം സ്റ്റോക്ക് മാർക്കറ്റിൽ അത്യാവശ്യം ഗ്രാഹ്യമുള്ള ആളുകളായിരിക്കും ഈ മ്യൂച്വൽ ഫണ്ട് നടത്തുന്നത്. അപ്പോൾ ഞാനൊരു മ്യൂച്വൽ ഫണ്ട് നടത്തുകയാണെങ്കിൽ ഞാനും സ്റ്റോക്ക് മാർക്കറ്റിലെ കാര്യങ്ങളൊക്കെ എപ്പോഴും വിശദമായിട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കും. അവിടുത്തെ ഏറ്റക്കുറച്ചിലനുസരിച്ച് നമ്മൾ നേരത്തെ സംസാരിച്ചാൽ പലതരം ട്രേഡിംഗ് ടൈപ്പുകളൊക്കെ. അപ്പോൾ അതിൽ പലവിധം വകുപ്പുകളിലൊക്കെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് ഞാൻ നിങ്ങളുടെ കയ്യിൽ നിന്ന് 100 പേരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയാക്കി. എന്നിട്ട് ഞാൻ 3 വർഷം അല്ലെങ്കിൽ 2 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് എത്ര രൂപ തരണം? നിങ്ങളുടെ ക്യാഷ് കൊണ്ടാണ് ഞാൻ 2 ലക്ഷം ഉണ്ടാക്കിയത്. അത് 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപയാക്കിയെങ്കിൽ ഒരാളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച 1000 രൂപ ഞാൻ 2000 രൂപയാക്കി മാറ്റി. അപ്പോൾ എൻ്റെ ഒരു കമ്മീഷൻ കഴിച്ചിട്ട് ന്യായമായിട്ട് ഒരു 1800 രൂപ അല്ലെങ്കിൽ 1900 രൂപയൊക്കെ നിങ്ങൾക്ക് കിട്ടണം അല്ലേ. പക്ഷെ ഞാൻ ശരിക്കും പറഞ്ഞാൽ 1000 രൂപ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചൊരു 1100 രൂപയോ അല്ലെങ്കിൽ 1200 രൂപയോ അല്ലെങ്കിൽ അങ്ങേയറ്റം ഒരു 1300 രൂപയോ ഒക്കെ തരും. അപ്പം നിങ്ങൾക്ക് വളരെ സേഫ് എന്ന് തോന്നാം. നിങ്ങൾക്ക് ശരിക്കും
30%, 1000 രൂപ വാങ്ങിച്ചിട്ട് നമുക്ക് 1300 രൂപ തിരിച്ചു തരുമ്പോൾ 30% റിട്ടേൺസ് തരുന്നുണ്ടല്ലേ. അപ്പം നിങ്ങൾക്കത് ലാഭമായിട്ട് തോന്നാം. എൻ്റെ കണ്ണിൽ എനിക്കും വലിയ ലാഭമാണ്. നിങ്ങളുടെ കയ്യിൽ നിന്ന് 1000 രൂപ വാങ്ങിച്ച് ഞാനത് 2000 ആക്കി, എന്നിട്ട് 700 രൂപ ഞാൻ എടുക്കുന്നു. ചിലപ്പോൾ 2000-ന് പകരം ഞാനൊരു 1600 1700 ആയിരിക്കും ഉണ്ടാക്കിയത്, എന്നിട്ട് ഞങ്ങൾക്ക് ഒരു 1200 രൂപ തരും. അപ്പോഴും നിങ്ങൾക്ക് കിട്ടിയതിനെ കഴിഞ്ഞ് കൂടുതൽ ലാഭം നിങ്ങളുടെ ക്യാഷ് കൊണ്ട് എനിക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ഒരു സംഭവമാണ് മ്യൂച്വൽ ഫണ്ട്. പക്ഷേ ഇങ്ങനെ സംസാരിക്കുമ്പോൾ മ്യൂച്വൽ ഫണ്ട് അത്ര മോശപ്പെട്ട കാര്യമാണെന്ന് തോന്നാം. ശരിക്കും മോശപ്പെട്ട കാര്യമല്ല. മ്യൂച്വൽ ഫണ്ട് എപ്പോഴും നല്ലതാണ്. കാരണം സ്റ്റോക്ക് മാർക്കറ്റിലെ ഈ തലവേദനയും റിസ്ക്കും ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും ഇറങ്ങാതെ തന്നെ ബാങ്ക് നിഫ്റ്റി കഴിഞ്ഞും ഒക്കെ വളരെ വലിയ ഒരു റിട്ടേൺസ് നമുക്ക് കിട്ടുന്ന ഒരു പരിപാടിയാണ് മ്യൂച്വൽ ഫണ്ട്. ശരിക്കും മ്യൂച്വൽ ഫണ്ടിൽ എന്താണ് നടക്കുന്നത് എന്ന് മാത്രമേ പറഞ്ഞേ ഉള്ളൂ. പിന്നെ ഉള്ളൊരു വിഭാഗമാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത് ഷെയർ മാർക്കറ്റിന്റെ ഒരു ഡിവിഷനാണ്. അതിന്റെ തന്നെ വേറൊരു ഭാഗമാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാനെന്ന് പറഞ്ഞാൽ എന്താ പറയാ, മുന്തിരിങ്ങയാണ് ഒറിജിനൽ പ്രോഡക്റ്റ് അല്ലേ. മുന്തിരിങ്ങ എന്ന് പറയുന്ന ഒറിജിനൽ പ്രോഡക്റ്റിൽ നിന്ന് നമ്മൾ എക്സ്ട്രാക്ട് ചെയ്തിട്ട് വൈൻ ഉണ്ടാക്കും, മുന്തിരി വൈനൊക്കെ ഉണ്ടാക്കും. മുന്തിരിങ്ങ ഇല്ലാന്നുണ്ടെങ്കിൽ വൈനില്ല, പക്ഷെ വൈൻ ഇല്ലെങ്കിൽ മുന്തിരിങ്ങയുണ്ട് എന്ന് പറയുന്ന പോലെ ആണ് ഈ ഒരു ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ഇത് ഈ കമ്പനികളുടെ ഷെയറുകളുടെ കച്ചവടങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു സംഭവമാണ്. ഇതിനെപ്പറ്റിയുള്ള വളരെ വിശദമായിട്ടുള്ള വീഡിയോസ് നമുക്ക് മുമ്പോട്ട് നോക്കാം. ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി മാത്രം പറയും. ഇപ്പം ഈ പ്രൊഡക്ഷനെ പറ്റി സംസാരിക്കുമ്പോൾ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ ഒരു ഡിവിഷൻ മാത്രമാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. ഇത് വളരെ റിസ്ക് കൂടിയ ഒരു സംഭവമാണ്. ഹൈ റിസ്ക് എടുക്കാൻ താല്പര്യമുള്ള ആളുകൾ പഠിച്ച് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ്. അപ്പം ഹൈ റിസ്കിൽ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റിസ്ക് കൂടുന്തോറും നമുക്ക് റിവാർഡും കൂടും. അപ്പോൾ എത്ര റിസ്ക് കൂടുന്നോ അതിനനുസരിച്ച് നമുക്ക് അവിടെ ലാഭം ഒരുപാട് കൂടുതലാണ്. സ്റ്റോക്കിലൊക്കെ ഒരു വർഷം കൊണ്ട് നമുക്കൊരു 20% മുതൽ 30% വരെയൊക്കെ സ്റ്റോക്കുകളിൽ ഒരു വർഷം കിട്ടുമ്പോൾ, ഈ 20%, 30%, അല്ല 50%, 60% ഒക്കെ ദിവസങ്ങൾ കൊണ്ട്, ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ചെയ്യുന്ന ആളുകൾ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസിൽ ഉണ്ട്. ശരിക്കും ഈ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് പറഞ്ഞാൽ ഈ ഷെയർ മാർക്കറ്റിന്റെ നമ്മുടെ ഇൻഡെക്സിനെ പറ്റിയൊക്കെ സംസാരിച്ചായിരുന്നല്ലേ. അപ്പോൾ ഇൻഡെക്സ് ഒക്കെ അടുത്ത മാസം എങ്ങോട്ടേക്ക് പോകും, അല്ലെ ഒരു 3 മാസം കഴിയുമ്പോൾ എങ്ങോട്ട് പോകും, ഓരോ ഷെയറുകളുടെ വില അടുത്ത മാസം എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ കോൺട്രാക്റ്റിലൊക്കെ ഏർപ്പെടുന്നതിനെയാണ് ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അതിനെപ്പറ്റി വളരെ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാൻ ഉള്ള ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് വീഡിയോസ് മുമ്പോട്ട് ചെയ്യാം. പിന്നെയുള്ള ഒന്നാണ് കമോഡിറ്റി മാർക്കറ്റ്. കമോഡിറ്റി മാർക്കറ്റിനെ പറ്റി പറയുമ്പോൾ, കമോഡിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. നമ്മൾ കണ്ണുകൊണ്ട് കാണുന്ന കാര്യങ്ങളുണ്ടല്ലോ. അതായത് ഇപ്പോൾ മെറ്റൽ ആകാം, എന്താ പറയുക, ചെമ്പ്, സ്വർണം, ഇരുമ്പ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതല്ലെങ്കിൽ നമ്മുടെ കാർഷികപരമായിട്ടുള്ള പ്രോഡക്റ്റുകൾ, കുരുമുളകും ഏലവും, പിന്നെ നമ്മുടെ ക്രൂഡ് ഓയിൽ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെയാണ് കമോഡിറ്റി മാർക്കറ്റ് എന്ന് പറയുന്നത്. കമോഡിറ്റി മാർക്കറ്റും ശരിക്കും ഈ കമോഡിറ്റി മാർക്കറ്റും നമ്മുടെ സെബിയുടെ അണ്ടറിൽ തന്നെയാണ് വരുന്നത്. പക്ഷേ സ്റ്റോക്ക് മാർക്കറ്റും കമോഡിറ്റി മാർക്കറ്റും രണ്ടായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ സ്റ്റോക്ക് മാർക്കറ്റിലെ രീതികളിലല്ല കമോഡിറ്റി മാർക്കറ്റ് വർക്ക് ചെയ്യുന്നത്. കമോഡിറ്റി മാർക്കറ്റിന്റെ ആയിട്ടുള്ള രീതികളുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റ് പോലെ അത്ര ഫ്ലക്ച്വേഷൻസ് ഒന്നുമില്ല. അതായത് ഒരു ദിവസം താഴേക്ക് പോകുന്നു, പിന്നെ മുകളിലേക്ക് പോകുന്നു, അങ്ങനെയൊന്നുള്ള ഒരുപാട് ഫ്ലക്ച്വേഷൻസ് ഒന്നുമില്ല. ചെറിയ വേരിയേഷനിലാണ് കമോഡിറ്റി മാർക്കറ്റിൽ എപ്പോഴും ട്രേഡ് നടക്കുന്നത്. പിന്നെ കമോഡിറ്റി മാർക്കറ്റിലെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അവിടെ എപ്പോഴും നമുക്ക് ഈ സ്റ്റോക്ക് മാർക്കറ്റിലെ പോലെ 10 വർഷത്തേക്കോ 5 വർഷത്തേക്കോ ഒന്നും ഇൻവെസ്റ്റ്മെന്റ് നടക്കത്തില്ല. അവിടെ നമ്മൾ ഫിസിക്കലി സാധനങ്ങൾ വാങ്ങിക്കുന്നില്ലെങ്കിൽ പോലും, നമ്മൾ ഫിസിക്കലി വാങ്ങിക്കുമ്പോൾ സംഭവിക്കുന്ന പോലെ തന്നെ കമോഡിറ്റി മാർക്കറ്റിൽ ഒരു എന്തെങ്കിലും ഒരു ഉൽപ്പന്നം നമ്മൾ വാങ്ങിച്ചു, ഒരു കുരുമുളക് അല്ലെങ്കിൽ ഏലം അല്ലെങ്കിൽ ഗോതമ്പ് ഒക്കെ നമ്മൾ അതിന്റെ ഒരു പ്രൈസ് വേരിയേഷനിലുള്ള ഒരു കോൺട്രാക്ട് ഏർപ്പെടുന്നു. അപ്പോൾ അതിനൊരു എക്സ്പയറി ഡേറ്റ് കാണും. ആ എക്സ്പയറി ഡേറ്റിനുള്ളിൽ നമ്മളൊരു 100 രൂപ റേറ്റിനാണ് വാങ്ങിച്ചത്. ആ എക്സ്പയറി ഡേറ്റിനുള്ളിൽ അത് 105 110 ആയി കഴിഞ്ഞാൽ നമുക്ക് ലാഭം കിട്ടി. പക്ഷേ അതൊരു 95 രൂപയിലേക്ക് പോയി, എക്സ്പയറി ആയിട്ടും അത് തിരിച്ച് വില കയറിയില്ലെങ്കിൽ നമ്മൾ ആ 95 രൂപയിൽ കൊടുത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ ഒരു പ്രശ്നം ഈ ഒരു കമോഡിറ്റി മാർക്കറ്റിനുണ്ട്. പക്ഷേ അവിടെ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലെ പോലെ വലിയ ലോസുകളൊന്നും സംഭവിക്കാനായിട്ട് സാധ്യത കുറവാണ്. അതേപോലെ വലിയ ലാഭങ്ങൾ കിട്ടാനും കമോഡിറ്റി മാർക്കറ്റിൽ സാധ്യത കുറവാണ്. ചെറിയ ലാഭങ്ങളിൽ വലിയ റിസ്ക് ഇല്ലാതെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കമോഡിറ്റി മാർക്കറ്റ് എന്നുള്ളത്. അത് മാത്രമല്ല, കമോഡിറ്റി മാർക്കറ്റിന് സ്റ്റോക്ക് മാർക്കറ്റിനെ കഴിഞ്ഞും കൂടുതൽ സമയവും ഉണ്ട്. അതായത് വൈകുന്നേരം രാത്രികളിലൊക്കെയും, അതായത് 12 മണിക്കൂറോളം അങ്ങാണ്ട് കമോഡിറ്റി മാർക്കറ്റ് ട്രേഡിംഗ് ഓപ്പൺ ആക്കി വെക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു, സ്റ്റോക്ക് മാർക്കറ്റിൽ 2 എക്സ്ചേഞ്ച് ആണ്, NSEയും BSEയും. നമ്മുടെ കമോഡിറ്റി മാർക്കറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ 6 എക്സ്ചേഞ്ച് ഉണ്ട്. കമോഡിറ്റി മാർക്കറ്റിൽ നമുക്ക് 6 എക്സ്ചേഞ്ച് ഉണ്ട്. അതിനകത്ത് പ്രധാനപ്പെട്ട 2 എണ്ണമാണ് നമ്മളുടെ MCX എന്നും NCDEX എന്നും പറയുന്നത്.
ഈ 6 എക്സ്ചേഞ്ചുകളിൽ ഈ 2 ഏറ്റവും പ്രധാനപ്പെട്ടത്. അതേപോലെ തന്നെ വേറെ 4 കൂടെ ഉണ്ട്. പക്ഷെ മെയിനായിട്ട് ട്രേഡിംഗ് ഒക്കെ നടക്കുന്നത് ഈ MCXലും NCDEXലുമാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെയുള്ള ഓരോ കാര്യങ്ങൾ പ്രൊഡക്ഷനെ പറ്റിയൊക്കെയുള്ള വിശദമായിട്ടുള്ള വീഡിയോസ് ഒക്കെ നമ്മുടെ മുമ്പോട്ടുള്ള ഡീറ്റെയിൽ വീഡിയോകളിൽ ചെയ്യാം. ഇൻട്രൊഡക്ഷൻ പാർട്ട് ആയതുകൊണ്ട് തന്നെ ഔട്ട്ലൈൻ തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ നോക്കുന്ന ഒരു വിഷയമാണ് ട്രേഡിംഗ് സൈക്കോളജി. ഇതുവരെ ഇൻട്രൊഡക്ഷൻ പാർട്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്ത ഇതുവരെ ചേർത്ത് ഉള്ള 3 വീഡിയോകളിൽ നമ്മൾ സംസാരിച്ച എല്ലാ വിഷയങ്ങളെ കഴിഞ്ഞും എനിക്ക് പേഴ്സണലി ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് തോന്നിയ ഒരു വിഷയമാണ് ഈ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മളിത് ഏറ്റവും അവസാനത്തേക്ക് വെച്ചത്. പക്ഷേ ഇതിനെപ്പറ്റി അധികം ആരും അങ്ങനെ സംസാരിച്ചും കണ്ടിട്ടില്ല. അതുകൊണ്ട് നമുക്ക് ട്രേഡിംഗ് സൈക്കോളജി എന്താണെന്ന് നോക്കാം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ മനുഷ്യന്റെ മനഃശാസ്ത്രം തന്നെയാണ്, നമ്മുടെ സൈക്കോളജി തന്നെയാണ്. നമ്മൾ ഈ ട്രേഡിംഗ് സൈക്കോളജി എന്ന് ഒരു ടേം എടുത്ത് പറയുന്നത്. നമ്മളിപ്പോൾ എത്രയൊക്കെ എഫേർട്ട് എടുത്ത് സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി സംബന്ധിക്കുന്ന എല്ലാവിധ കാര്യങ്ങളും അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം പഠിച്ചാലും നമുക്ക് നല്ല ഒരു ട്രേഡിംഗ് സൈക്കോളജി ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചത് കൊണ്ടൊന്നും ഒരു കാര്യവുമില്ല. അങ്ങനെ നല്ലൊരു ട്രേഡിംഗ് സൈക്കോളജി ഇല്ലാതെ മാർക്കറ്റിനെ പറ്റി എത്രയൊക്കെ പഠിച്ച് മാർക്കറ്റിൽ ഇറങ്ങിയാലും അങ്ങനെയുള്ള ആളുകൾക്ക് എല്ലാവർക്കും അവസാനം നോക്കുമ്പോൾ നഷ്ടത്തിന് കണക്ക് മാത്രമേ മിച്ചം കാണത്തുള്ളൂ. നമുക്ക് ഈ ട്രേഡിംഗ് സൈക്കോളജി എന്ന് പറയുന്ന വിഷയത്തിൽ ഒരു ഭൂരിഭാഗം ആളുകളും തോറ്റു പോകുന്നത് കൊണ്ടാണ് ഭൂരിഭാഗം ആളുകൾ മാർക്കറ്റിൽ പോയിട്ട് അവിടെ പ്രശ്നമാണ്, റിസ്ക് ആണ് എന്ന് പറയാനും കാര്യം. ട്രേഡിംഗ് സൈക്കോളജിയിൽ പ്രധാനമായിട്ട് 2 കാര്യങ്ങളാണ് വരുന്നത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നഷ്ടം വരുമ്പോൾ അതിനെ സമ്മതിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥ. അതായത് പൊതുവേ നമുക്ക് എന്തെങ്കിലും ഒരു തർക്കങ്ങളൊക്കെ വരുമ്പോൾ നമ്മളുടെ ഭാഗം തോറ്റു പോകുന്നത് നമുക്ക് ഒട്ടും ഇഷ്ടമല്ലല്ലേ. എപ്പോഴും നമ്മൾ പറയുന്ന ഭാഗമായിരിക്കണം ശരിയല്ലേ, നമ്മൾ പറയുന്നത് ആയിരിക്കും ശരിയെന്ന ഒരു രീതിയിൽ നമ്മൾ എപ്പോഴും നിൽക്കുന്ന ഒരു പ്രവണത മനുഷ്യന്മാർക്ക് പൊതുവേ ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു പ്രശ്നം നമുക്ക് ട്രേഡിങ്ങിൽ സംഭവിക്കും. നമ്മളൊരു സ്റ്റോക്ക് വാങ്ങിച്ചു അല്ലെങ്കിൽ ഒരു പൊസിഷൻ എടുത്തു, എന്നിട്ട് അത് നമുക്ക് നഷ്ടത്തിലേക്ക് പൊക്കോണ്ടിരിക്കുമ്പോൾ അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കാൻ നമ്മുടെ മനസ്സ് സമ്മതിക്കില്ല. അതായത് അത് തന്നെ തിരിച്ചു കയറുമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഇനി ഞാൻ കണക്ക് കൂട്ടിയത് കറക്റ്റാണ്, ഇത് തിരിച്ചു കയറിക്കോളും എന്നിങ്ങനെ നമ്മളുടെ മനസ്സ് നമ്മളോട് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നമ്മൾ അതിൽ തന്നെ ആ നഷ്ടം താഴേക്ക് വന്നാലും അത് എക്സിറ്റ് അടിക്കാതെ അല്ലെങ്കിൽ ആ ചെറിയ നഷ്ടം സഹിച്ച് അതിൽ നിന്ന് പുറത്തിറങ്ങാതെ വീണ്ടും അത് തന്നെ കൈ പിടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഈ ട്രേഡിംഗ് സൈക്കോളജി വരുന്നതിൽ ഒരു പ്രശ്നം. പിന്നെ ലാഭം വരുമ്പോൾ എത്രയൊക്കെ ലാഭം വന്നാലും പോരാ എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ മനസ്സിന്റെ ഒരു ആർത്തി. ഈ 2 സംഭവങ്ങളാണ് ഈ ട്രേഡിംഗ് സൈക്കോളജിയിൽ നമ്മളെ പ്രശ്നത്തിലാക്കുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഞാൻ പറഞ്ഞ ഈ 2 കാര്യങ്ങളെയാണ് നമുക്ക് ഈ ട്രേഡിംഗ് സൈക്കോളജി എന്ന് ഉദ്ദേശിച്ച ആ ഒരു കാര്യം കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്തെടുക്കേണ്ടത്. അതായത് നഷ്ടം വരുമ്പോൾ ഒരു വലിയ നഷ്ടത്തിലേക്ക് പോകാതെ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പുറത്തിറങ്ങുക. അതേപോലെ തന്നെ ലാഭം വരുമ്പോൾ ഇനിയും ലാഭം കുമിഞ്ഞു കൂടട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കാതെ നമുക്ക് വേണ്ട ഒരു ലാഭം, നമുക്ക് വേണ്ട ഒരു ന്യായമായ ഒരു ലാഭം എത്തിക്കഴിയുമ്പോൾ ആ ലാഭം വിറ്റൊഴിവാക്കി ആ ലാഭം പൈസയാക്കി നമ്മളെ കയ്യിൽ വെക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഈ ഒരു 2 കാര്യങ്ങളാണ് പറയുമ്പോൾ വളരെ സിമ്പിളാണ്. പക്ഷെ നമുക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ നമ്മളെ കൊണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ആയിപ്പോകുന്ന ഈ 2 പ്രശ്നങ്ങളാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഇതാണ് ട്രേഡിംഗ് സൈക്കോളജിയുടെ ഒരു മെയിൻ ഐഡിയ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഉദാഹരണം പറയാനാണെങ്കിൽ ചില ആളുകൾ ഒരു 10,000 രൂപയുടെ ഷെയർ വാങ്ങി. 10,000 രൂപയുടെ ഷെയർ വാങ്ങിച്ചിട്ട് ഈ ഷെയർ ഒരു 25,000 രൂപ വരെയൊക്കെ മുകളിലേക്ക് പോകുമായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ 30,000 വരെയും പോയെന്നിരിക്കും. അപ്പോൾ ഈ 25,000 രൂപ ലാഭം വരുമ്പോൾ അല്ലെങ്കിൽ 30,000 രൂപ ലാഭം വരുമെന്ന് പറഞ്ഞാൽ ആ ആൾ മുടക്കിയ പൈസയുടെ 3 ഇരട്ടി പുള്ളിക്ക് കിട്ടി. പക്ഷെ അപ്പോഴും പോരാ, 50,000 ആകട്ടെ 1,00,000 ആകട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇരിക്കുന്നതാണ് ട്രേഡിംഗ് സൈക്കോളജി കറക്റ്റ് അല്ലെങ്കിൽ പറ്റിപ്പോകുന്നൊരു കുഴപ്പം. അതേപോലെ തന്നെ ഇപ്പൊ ആ ആളുകൾക്ക് 30,000 വരെ ലാഭം കണ്ടിട്ട് ചിലപ്പോൾ ആ സമയത്തായിരിക്കും കൊറോണ പോലെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നിട്ട് മാർക്കറ്റ് ഇടിയുന്നത്. അങ്ങനെ ഇടിഞ്ഞിട്ട് ചിലപ്പോൾ ഈ 10,000-ൽ താഴെ വന്നിട്ട് നഷ്ടം സഹിച്ച് അവസാനം ഒരു രക്ഷയില്ലാതെ അത് വിൽക്കേണ്ടി വരും. അപ്പോൾ പിന്നെ നമ്മൾ സങ്കടപ്പെട്ടിരിക്കും, മാർക്കറ്റിനെ കുറ്റം പറയും, മാർക്കറ്റ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വേറെ 10 പേരോടും പറയും, അവരെയും പേടിപ്പിക്കും. അതേപോലെ തന്നെ വേറെ ചില ആളുകൾക്ക് വരുന്നൊരു പ്രശ്നമാണ്, ഇപ്പോൾ 10,000 രൂപ ഷെയർ വാങ്ങിച്ചു, അതൊരു 8,000 രൂപയിലേക്ക് പോയി. 8,000 രൂപയിലേക്ക് പോകുമ്പോൾ ഇവർ എന്നാൽ വേറെ ചില ഷെയറുകളിൽ നല്ല മുന്നേറ്റം ആ സമയത്ത് ഉണ്ടെങ്കിലും അങ്ങോട്ട് ഈ 8,000 രൂപ മാറ്റിയിട്ടാൽ തന്നെ ചിലപ്പോൾ അത് നല്ല പ്രോഫിറ്റ് തരും. അത് ചെയ്യത്തില്ല. അത് ചെയ്യാതെ ഞാൻ വാങ്ങിച്ച ഷെയർ തന്നെ എനിക്ക് ലാഭം തരണം എന്ന് ഒരുമാതിരി വാശി പിടിച്ചിട്ടൊക്കെ ഇരിക്കും. അപ്പം മാർക്കറ്റിനോട് നമ്മൾ വാശി പിടിച്ചിട്ടൊന്നും കാര്യമില്ല. മാർക്കറ്റ് അതിന്റെ വഴിക്ക് പൊക്കോണ്ടേയിരിക്കും. അതിനകത്ത് നമ്മളുടെ അവസരങ്ങൾ നോക്കി നമ്മുടെ നിക്ഷേപങ്ങൾ ചെയ്തിട്ട് അതിന്റെ ലാഭം എടുക്കുക എന്നുള്ളതാണ്
നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ട്രേഡിംഗ് സൈക്കോളജിയിൽ വരുന്ന രണ്ട് കാര്യങ്ങളാണ് നമ്മൾ പ്രാക്ടിക്കൽ സൈഡിൽ നോക്കുമ്പോൾ വരുന്ന രണ്ട് പ്രശ്നങ്ങളാണ് ഞാൻ ഈ പറഞ്ഞത്. 10,000 രൂപയിൽ കൊണ്ട് ചെയ്യുന്ന ഒരാൾക്ക് എത്ര ലാഭം കിട്ടിയാലും തികയത്തില്ല. അതേപോലെ നഷ്ടം വരുമ്പോൾ ഞാൻ വാങ്ങിച്ച ഷെയർ തന്നെ എനിക്ക് ലാഭം തരണമെന്ന് വാശി പിടിച്ചിരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ രണ്ട് തരം ആളുകളും ഈ നഷ്ടം ഉണ്ടാക്കുന്നത് ശരിക്കും അവർക്ക് മാർക്കറ്റിനെ പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കത്തില്ല. അവരുടെ ആ ഒരു ഈഗോ പോലെ വർക്ക് ചെയ്യുന്ന ആ ഒരു ട്രേഡിംഗ് സൈക്കോളജി ഉണ്ടല്ലോ, അതിൻ്റെ പ്രശ്നത്തിലാണ് ഈ രണ്ട് ആളുകൾക്കും നഷ്ടം ഉണ്ടാകുന്നത്. അതേപോലെ തന്നെ ട്രേഡിംഗ് സൈക്കോളജിയുടെ വേറൊരു പ്രശ്നമാണ് നമ്മൾ മറ്റുള്ള ആളുകളുടെ ലാഭ കണക്കുകളൊക്കെ കണ്ടിട്ട് നമുക്കും അതുപോലെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ നല്ല രീതിയിൽ പഠിച്ച് ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ലോകത്തിലെ തന്നെ വലിയ വലിയ ട്രേഡർമാരുടെ പോലും അവരുടെ വർഷക്കണക്കിലുള്ള ഒരു ലാഭം എന്ന് പറയുന്നത് ഒരു 40 അല്ലെങ്കിൽ 35% താഴെയാണ്. അവരുടെ കയ്യിലുള്ള ക്യാപിറ്റലിൻ്റെ 40% അല്ലെ 35% താഴെയാണ് അവരൊക്കെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന കുറച്ച് ആളുകളുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ ബാക്കിയുള്ള ആളുകൾ കാണിക്കുന്ന സ്ക്രീൻഷോട്ട് അല്ലെങ്കിൽ അവരുടെ ലാഭം ഇതൊക്കെ കാണുമ്പോൾ അതൊക്കെ വലിയ വലിയ തുകകളായിരിക്കും. പക്ഷേ നമ്മൾ ഈ തുകകൾ കാണുന്ന ഒരാൾ വിചാരിക്കുന്നില്ല അവരെത്ര രൂപ ക്യാപിറ്റലിൽ മുടക്കിയിട്ടാണ് ആ ഒരു തുക സമ്പാദിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു ക്യാപിറ്റലിനെ വെച്ച് നോക്കുമ്പോൾ അത് ചിലപ്പോൾ 5%, 10% ഒക്കെ ആയിരിക്കും. നമ്മളുടെ ക്യാപിറ്റലിൽ, ചെറിയ ക്യാപിറ്റലിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി ചിലപ്പോൾ നമ്മൾ റിട്ടേൺ എടുക്കുന്ന 20-25% ആയിരിക്കും. പക്ഷേ ആ 20-25% കൊണ്ട് നമ്മൾ തൃപ്തിയാകത്തില്ല. അപ്പുറത്ത് ഒരാൾ 10% ആയിരിക്കും ഉണ്ടാക്കുന്നത്. പക്ഷെ അവൻ 10 ലക്ഷം രൂപ ഇട്ടിട്ട് 10% ഉണ്ടാക്കുമ്പോൾ അവന് 1 ലക്ഷം രൂപ കിട്ടും. നമ്മൾ 10,000 രൂപ മുടക്കിയിട്ട് 20% ഉണ്ടാക്കിയാൽ നമുക്ക് 2,000 രൂപയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ 10 ലക്ഷം കൊണ്ട് 1 ലക്ഷം ഉണ്ടാക്കിയവനെ കഴിഞ്ഞ് മുകളിലാണ് 10,000 രൂപ കൊണ്ട് 2,000 രൂപ ഉണ്ടാക്കിയവൻ. അവനവിടെ 10% ഉണ്ടാക്കിയപ്പോൾ ഇവനിവിടെ 20% ഉണ്ടാക്കിയത്. പക്ഷെ പൊതുവെ ആളുകൾ അത് നോക്കുന്നില്ല. അവനവിടെ 1 ലക്ഷം ഉണ്ടാക്കി, ഞാൻ ആകെ 2,000 രൂപ ഉണ്ടാക്കിയുള്ളൂ എന്നൊരു മാനസികാവസ്ഥയിൽ പോരാന്ന് വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അതും ഈ ട്രേഡിംഗ് സൈക്കോളജിയിൽ വരുന്നൊരു പ്രശ്നമാണ്. നമ്മളെപ്പോഴും നമ്മുടെ കണക്കുകളെ ശതമാനക്കണക്കിൽ മാത്രമേ നോക്കാവുള്ളൂ. അപ്പോൾ മാത്രമേ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ നമ്മുടെ ഈ ചാനലിൽ ഒരിക്കലും നമ്മൾ രൂപയിലുള്ള ലാഭക്കണക്കുകൾ കാണിക്കാതെ തന്നെ കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാം. ഇനി അഥവാ നമ്മുടെ ഒരു ലാഭനഷ്ട കണക്കുകളൊക്കെ കാണിക്കേണ്ട ഒരു അവസരം വന്നാൽ പോലും അതിനെ നമ്മൾ തുടക്കം മുതലേ ശതമാനത്തിൽ കാണിക്കാനോ അല്ലെ ശതമാനത്തിൽ പറയാനും മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അങ്ങനെ വിചാരിക്കുന്നതിന്റെ കാരണം ഈ ഒരു ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് വളരെ മികച്ച ഒരു ട്രേഡിംഗ് സൈക്കോളജി ഉണ്ടാകണമെന്നൊരു ആഗ്രഹം കൊണ്ടുകൂടെയാണ്. അപ്പോൾ ഈ ട്രേഡിംഗ് സൈക്കോളജിയൊക്കെ എങ്ങനെ വളർത്തിയെടുക്കാമെന്നൊക്കെയുള്ള വീഡിയോസ് നമുക്ക് മുമ്പോട്ടുള്ള സമയങ്ങളിൽ വളരെ വിശദമായിട്ട് തന്നെ നോക്കാം. അപ്പോൾ നമ്മുടെ ചാനലിലെ ആളുകൾക്ക്, നമ്മുടെ ചാനലിലെ പ്രേക്ഷകർക്ക് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നല്ല ഒരു ട്രേഡിംഗ് സൈക്കോളജിയും കൂടെ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഈ ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയുള്ള ഒരു വളരെ ബേസിക് ആയിട്ടുള്ള ഒരു ഈ ഇൻട്രൊഡക്ഷൻ പാർട്ടിൻ്റെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. അപ്പോൾ നമ്മൾ ഇത്രയും നാളും ഈ ഒരു 3 വീഡിയോകളിലായിട്ട് സംസാരിച്ച കാര്യങ്ങളും ഇനിയും സംസാരിക്കാത്ത കാര്യങ്ങളെ പറ്റിയൊക്കെ ഉള്ള ചെറിയ ഓരോ വിഷയങ്ങളെടുത്തിട്ട് അതിനെപ്പറ്റിയുള്ള വളരെ വിശദമായിട്ടും ലളിതമായിട്ടുള്ള വീഡിയോ മുമ്പോട്ട് നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ മുമ്പിലേക്ക് വീഡിയോസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ ഉത്തരങ്ങളും കൂടെ മുമ്പോട്ടുള്ള വീഡിയോകളിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഇനിയിപ്പോൾ വീഡിയോ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നില്ല. നമ്മുടെ ജല്ലിക്കെട്ട് ചാനലിൻ്റെ വിഷൻ പോലെ ലെറ്റ്സ് ലേൺ ടുഗദർ ആൻഡ് ലെറ്റ്സ് ഗ്രോ ടുഗദർ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ.